കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മളൊരു പുതിയ സബ്ജക്റ്റ്, ആക്ച്വലി പുതിയ സബ്ജക്റ്റ് എന്ന് പറയാനായിട്ട് കഴിയത്തില്ല. ദൈവഹിത പ്രകാരമുള്ള ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദൈവസഭയെ പറ്റി നമ്മൾ ഒരു 10 ക്ലാസ്സിൽ കൂടുതൽ നമ്മൾ പഠിച്ചു. അതിന്റെ ഏകദേശം തുടർച്ച പോലെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷ, ദൈവത്തിന്റെ വഴിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ദൈവത്തിന്റെ ശുശ്രൂഷ നമ്മുടെ വഴിയിൽ ചെയ്യാം, ദൈവത്തിന്റെ വഴിയിലും ചെയ്യാം. എന്നാൽ ദൈവത്തിന്റെ വഴിയിലാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചിരുന്നു, ദൈവത്തിന്റെ വേല ചെയ്യാനായിട്ട് ദൈവത്തിന്റെ എരിവ്, ദൈവത്തിന്റെ ആലയത്തെ പറ്റിയുള്ള എരിവ്, ദൈവകാര്യങ്ങളിലുള്ള ഒരു എരിവ് ഒരു വ്യക്തിക്ക് അത്യാവശ്യമാണ്. അങ്ങനെയുള്ളവരെ മാത്രമേ ദൈവം തന്റെ വേലയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുകയുള്ളൂ. എന്നാൽ അത് മാത്രം പോരാ, ദൈവത്തിന്റെ വഴികൾ അറിഞ്ഞിരിക്കുകയും വേണം. ദൈവത്തിന്റെ കുറിച്ചുള്ള എരിവുള്ള വ്യക്തികൾ ദൈവത്തിന്റെ വഴികൾ പഠിക്കുകയും ദൈവത്തിന്റെ വഴികൾ അറിയുകയും ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ദൈവത്തിന്റെ വേല ദൈവത്തിന്റെ വഴിയിൽ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വഴി പഠിക്കുന്ന വ്യക്തികൾ പിന്നീട് ദൈവത്തിന്റെ വേല ചെയ്യുന്നത് എക്സാക്ട്ലി ദൈവം പറയുന്ന പോലെ തന്നെ ആയിരിക്കും. ദൈവത്തിന്റെ ഹൃദയപ്രകാരമായിരിക്കും അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദാവീദിനെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് വിളിക്കുന്നതിന്റെ ഒരു കാര്യം. നമ്മൾ പഴയ നിയമം വായിച്ചു കഴിഞ്ഞാൽ ദൈവം ഉപയോഗിച്ച വ്യക്തികൾ എല്ലാവരെയും ദൈവം ചില കഠിനമായ വഴികളിൽ കൂടി അവരുടെ തെറ്റുകളിൽ നിന്ന് ദൈവത്തിന്റെ വഴി പഠിക്കാനായിട്ട് ദൈവം അവരെ ഉപയോഗിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ അവർ കൃത്യമായിട്ട് ദൈവത്തിന്റെ വേല അതുപോലെ തന്നെ ചെയ്യുന്നതാണ് കാണാൻ കഴിയും. നമ്മൾ മോശയുടെ കാര്യം പഠിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു, മോശ മിസ്രൈമിലെ സകല ജ്ഞാനത്തിലും വാക്കിലും പ്രവൃത്തിയിലും വലിയ രീതിയിൽ ഫ്ലുവന്റ് ആയിരുന്നു, തികഞ്ഞവനായിരുന്നു. എന്നാൽ ആ മിസ്രൈമി ജ്ഞാനം എല്ലാം മാറ്റിക്കഴിഞ്ഞിട്ടാണ് ദൈവത്തിന്റെ വഴി പഠിച്ചതിന് ശേഷമാണ് ദൈവത്തിന്റെ ആലയം, ടാബർനാക്കിൾ നിർമ്മിക്കാനായിട്ട് മോശയെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ പുറപ്പാട് ദിവസം അവസാനത്തേക്ക് ഇരിക്കുമ്പോഴേക്കും നമ്മൾ കാണാനായിട്ട് കഴിയും, മോശയുടെ ഐഡിയ ഒന്നും അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. എക്സാക്ട്ലി ആസ് ഗോഡ് കമാൻഡഡ്, ദൈവം കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു എന്നുള്ളത് ആവർത്തിച്ച് പറയുന്നത് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ദൈവത്തിന്റെ വഴി പഠിച്ചതിന് ശേഷം ദാവീദ് ദൈവത്തിന്റെ ആലയം ബിൽഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സോളമനെ കൊണ്ട് ബിൽഡ് ചെയ്യിക്കുമ്പോൾ എക്സാക്ട്ലി ദൈവം ചെയ്യുന്ന അതേ മാതൃകയിൽ തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിന്റെ വഴി പഠിക്കാതെ ദൈവത്തോടുള്ള എരിവിൽ പല കാര്യങ്ങളും തങ്ങളുടേതായിട്ടുള്ള വഴിയിൽ ചെയ്യുമ്പോൾ അതിന്റെ ദൂരവ്യാപകമായിട്ടുള്ള അതിന്റെ എഫക്റ്റുകൾ, അല്ലെങ്കിൽ അതിന്റെ ഡേഞ്ചേഴ്സും നമ്മൾ കണ്ടു. അബ്രഹാമിനെയാണ് നമ്മൾ ആദ്യം ഈ കാര്യത്തിൽ ഒരു മാതൃകയായിട്ട് കാണുന്നത്. അബ്രഹാം ദൈവത്തിന്റെ വേല തന്റെ വഴിയിൽ കൂടി ഫുൾഫിൽ ചെയ്യാനായിട്ട് ശ്രമിച്ചു, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രോമിസ് തന്റെ ശക്തിയിൽ കൂടി ഫുൾഫിൽ ചെയ്യാനായിട്ട് ശ്രമിച്ചതിന്റെ റിസൾട്ടാണ് ഇസ്മായിൽ എന്ന് പറയുന്നത്. അനേക തലമുറകൾ നീണ്ടു നിൽക്കുന്ന വലിയൊരു ഡേഞ്ചറിലോട്ടാണ് അബ്രഹാം പോയത്. അബ്രഹാമിനേക്കാൾ കൂടുതൽ ശരിക്കും ഇന്ന് ലോക ജനത അബ്രഹാമിന്റെ മിസ്റ്റേക്കിന്റെ ഫലം അനുഭവിക്കുകയാണ്. അന്നേരം ഒരു ദൈവത്തിന്റെ മനുഷ്യൻ ദൈവത്തിന്റെ പ്രോമിസ് തന്റെ ശക്തിയിൽ കൂടി ചെയ്യാനായിട്ട്, തന്റെ വഴിയിൽ കൂടി ചെയ്യാനായിട്ട് ശ്രമിച്ചതിന്റെ ഡേഞ്ചർ എത്ര ദൂരവ്യാപകമായിരുന്നു നമ്മളിത് അറിയുക, അല്ലെ? ഇന്നത്തെ ലോകത്തിലെ അശാന്തികളുടെ എല്ലാം മൂല കാരണം ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാം ആണെന്ന് പറയാനായിട്ട് കഴിയും. അബ്രഹാം ദൈവത്തിന്റെ വഴി മനസ്സിലാക്കാതെ ചില കാര്യങ്ങൾ ചെയ്തതിന്റെയാണ്. ഇന്നും അതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്, ദൈവത്തിന്റെ എരിവുള്ള വ്യക്തികൾ ദൈവത്തിന്റെ വഴി മനസ്സിലാക്കുന്നില്ലെങ്കിൽ അവർ ദൈവത്തിന്റെ എരിവില്ലാതെ നടക്കുന്ന വ്യക്തികളെക്കാൾ ഡേഞ്ചറസ് ആൾക്കാരായി തീരുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ദൈവത്തോടുള്ള സ്നേഹത്തിൽ, ദൈവത്തോടുള്ള എരിവിൽ ദൈവത്തിന്റെ വഴി മനസ്സിലാക്കാതെ ചെയ്യുമ്പോൾ അതിന്റെ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഡേഞ്ചറസ് ആണ്. അത് ഇവരുടെ എല്ലാം ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. മോശയുടെ ജീവിതത്തിൽ, അബ്രഹാമിന്റെ ജീവിതത്തിൽ, ദാവീദിന്റെ ജീവിതത്തിലൊക്കെ ഇത് കാണാനായിട്ട് കഴിയും. എന്നാൽ ദൈവം ഇവരെ കഠിനമായ പാതകളിൽ കൂടി ദൈവത്തിന്റെ വഴി പഠിപ്പിക്കുകയും ദൈവത്തിന്റെ ആലയത്തിന്റെ പ്രവർത്തിക്കായിട്ട്, അല്ലെങ്കിൽ ദൈവസഭയുടെ ബിൽഡിങ്ങിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. വേറെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു നിർത്തിയത് പൗലോസിന്റെ കാര്യം പറഞ്ഞിട്ടാണ് നിർത്തിയത്. പൗലോസ് ഒരു പ്രാസംഗികനോ അപ്പോസ്റ്റലനോ എന്നതിനേക്കാൾ ഉപരി ദൈവസഭയുടെ ഒരു വൈസ് മാസ്റ്റർ ബിൽഡർ ആണെന്നാണ് പൗലോസ് തന്നെ പറ്റി തന്നെ പറയുന്നത്. 1 കൊരിന്ത്യർ 3:10 പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ജ്ഞാനമുള്ള ഒരു ശില്പിയായി അടിസ്ഥാനപ്പെടുന്നു. നേരം ദൈവസഭ പണിയുന്നത് ദൈവം തന്നെയാണ്, ഇല്ലെങ്കിൽ യേശുക്രിസ്തു അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ എൻ്റെ സഭയെ പണിയും. നേരം യേശുക്രിസ്തു ഒഴിച്ച് ബാക്കി ആരും എന്റെ സഭ എന്നുള്ള പദം ഉപയോഗിക്കുന്നില്ല. പൗലോസ് പോലും എന്റെ സഭ എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ സഭ എന്നുള്ളതാണ് പൗലോസ് എപ്പോഴും പറയുന്നത്. ക്രിസ്തുവിന്റെ സഭ എന്നാണ് പറയുന്നത്. നേരം സഭ ക്രിസ്തുവിന്റെയാണ്. സഭയുടെ അടിസ്ഥാനം യേശുക്രിസ്തു എന്ന മൂലക്കല്ലാണ്. സഭ പണിയുന്നതും കർത്താവാണ്. എന്നാൽ കർത്താവിന്റെ കൂട്ടുവേലക്കാരായിട്ട് തന്നെ ഒരു മാസ്റ്റർ ബിൽഡറെ പോലെ അടിസ്ഥാനമിട്ട് പണിയുന്ന വ്യക്തിയാണ് പൗലോസ് എന്നാണ് പൗലോസ് തന്നെ വിശദീകരിക്കുന്നത്. അത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ
പൗലോസിന്റെ പ്രവൃത്തികളാണ് ഏകദേശം ഒരു 13-ാമത്തെ അധ്യായം കഴിയുമ്പോൾ മുതൽ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ കാണാനായിട്ട് കഴിയുന്നത്. അന്നേരം അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലോസ് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തതെന്ന് കാണുമ്പോൾ എപ്പിസ്റ്റൽസിൽ, ലേഖനങ്ങളിൽ ദൈവത്തിന്റെ വഴിയിൽ എങ്ങനെയാണ് പൗലോസ് കാര്യങ്ങൾ മനസ്സിലാക്കിയത് എന്നുള്ളത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതാണ് ലേഖനങ്ങൾ കാണുന്നത്. അന്നേരം പ്രവൃത്തികളും ലേഖനങ്ങളും തമ്മിലുള്ള വ്യത്യാസം, പ്രവൃത്തികളുടെ ഹിസ്റ്റോറിക് ബുക്കാണ്, എങ്ങനെയാണ് അവർ ചെയ്തതെന്ന് കാണുന്നു. എന്നാൽ അതിന്റെ പുറകിലുള്ള പ്രിൻസിപ്പിൾ ലേഖനങ്ങൾ കൂടിയാണ് കാണുന്നത്. അന്നേരം നമ്മൾ തിമോത്തിയോസിന് കുറിച്ച് പൗലോസ് പറയുന്ന ഒരു പദമുണ്ട്, അല്ലെങ്കിൽ കൊരിന്ത്യ സഭയ്ക്ക് ലെറ്റർ എഴുതുമ്പോൾ തിമോത്തിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസിന്റെ വഴികൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വഴികൾ പൗലോസ് മനസ്സിലാക്കിയത് അതേപോലെ തന്നെ പൗലോസ് പഠിപ്പിച്ചു കൊടുത്തൊരു വ്യക്തിയായിരുന്നു തിമോത്തിയോസ്. പിന്നെ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കുകയാണ്. എന്തിനാണ് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുന്നത് എന്നുള്ളതിനെ പറ്റി പറയുമ്പോൾ 1 കൊരിന്ത്യർ 4:17 പറയാണ്, ഇത് നിമിത്തമാകുന്നു കർത്താവിൽ പ്രിയനും വിശ്വസ്തനുമായ എന്റെ മകൻ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു, അപ്പോസ്തലന്മാർ എപ്പോഴും തങ്ങളുടെ ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കിയ ആ കാര്യങ്ങൾ വിശ്വസ്തരായ മനുഷ്യരെ പരിമേൽപ്പിക്കുകയും പഠിപ്പിക്കാൻ കഴിവുള്ള മനുഷ്യരെ പരിമേൽപ്പിക്കുകയും അത് അടുത്ത തലമുറയിലേക്ക്, അവരെ ഏൽപ്പിക്കുന്നത് അടുത്ത തലമുറയിലേക്ക് ഇത് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് അങ്ങനെയുള്ള വ്യക്തിയായിരുന്നു തിമോത്തിയോസ്. തിമോത്തിയോസിനെ പറ്റി പറയാണ്, ഇത് നിമിത്തമാകുന്നു കർത്താവിൽ പ്രിയനും വിശ്വസനുമായ എന്റെ മകൻ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത്, ഞാൻ എല്ലായിടത്തും ഏത് സഭയിലും പഠിപ്പിക്കുന്നത് പോലെ ക്രിസ്തുവിലുള്ള എന്റെ വഴികൾ അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. അന്നേരം പൗലോസ് പറയാണ്, ഞാൻ ദൈവത്തിന്റെ വഴിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, എന്നാൽ ആ ദൈവത്തിന്റെ വഴി ഞാൻ എല്ലായിടത്തും ഏത് സഭയിലും ഞാൻ അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് പൗലോസ് പറയാണ്, എനിക്കത് പഠിപ്പിക്കാനായിട്ട് ചിലപ്പോൾ പോയി കഴിയുന്നില്ലെങ്കിൽ തിമോത്തിയോസിനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ക്രിസ്തുവിലുള്ള എന്റെ വഴികൾ അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. ക്രിസ്തുവിലുള്ള എന്റെ വഴികൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വഴികളാണ്. അതായത് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നു പൗലോസിന്റെ വഴികളും ദൈവത്തിന്റെ വഴികളും ഒരേപോലെ അലൈൻഡ് ആയി കഴിഞ്ഞു. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ദൈവത്തിന്റെ വഴികൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയുന്ന പരിശുദ്ധാത്മാവിലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ദൈവത്തിന്റെ വഴി നടക്കാനായിട്ട് കഴിയുന്നത്. ദേശീയപ്രവചനത്തിൽ പറയുന്നുണ്ട്, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളല്ല, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ നിങ്ങളുടെ വഴികൾ എന്റെ വഴികളിൽ നിന്നും നിങ്ങളുടെ വിചാരങ്ങൾ എന്റെ വിചാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു കോൺടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്ടനെയും നീതികെട്ടവനെയും പറ്റി പറയുമ്പോൾ ഒരു കോൺടാക്സ് ആണ്. അത് എന്നെ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ അത് ഓർമ്മിപ്പിക്കുകയായിരുന്നു. എന്നിട്ട് അവിടുത്തെ കോൺടാക്ട് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവർ, സ്വന്തം വഴിയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന രക്ഷിക്കപ്പെടാത്തവരെ പറ്റിയാണ് അത് പറയുന്നത്. എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ദൈവത്തിന്റെ വഴിയിലേക്ക് നമ്മുടെ മനസ്സ് മാറുന്നില്ല. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, മനസ്സ് പുതുക്കി നിങ്ങൾ രൂപാന്തരപ്പെടുകയും ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയുകയും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വഴികൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രക്ഷിക്കപ്പെട്ട നമുക്ക്, പരിശുദ്ധാത്മാവിനെ ലഭിച്ചിരിക്കുന്ന നമുക്ക് ദൈവത്തിന്റെ വഴികൾ മനസ്സിലാക്കുകയും ഇത് താല്പര്യമുള്ളവർക്ക് മാത്രം, ദൈവത്തിന്റെ വഴിയിൽ ദൈവസഭ ബിൽഡ് ചെയ്യണമെന്ന് യഥാർത്ഥ താല്പര്യമുള്ളവർക്ക് യഥാർത്ഥത്തിൽ കർത്താവിന്റെ വഴികൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. കർത്താവിന്റെ വഴികളിൽ അവർക്ക് ദൈവസഭയെ ബിൽഡ് ചെയ്യാനായിട്ട് കഴിയും. ഇത് മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കാത്ത വ്യക്തികൾ, സ്വന്തം വഴിയിൽ കാര്യങ്ങൾ ബിൽഡ് ചെയ്യാനായിട്ട് വെക്കുന്ന വ്യക്തികൾ, റിസൾട്ട് മാത്രം നോക്കുന്ന വ്യക്തികൾ, എങ്ങനെയും ദൈവത്തിന്റെ വേല ചെയ്യണമെന്ന് ചെയ്യുന്ന വ്യക്തികൾക്കൊന്നും ഇത് ആപ്ലിക്കബിൾ അല്ല. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, എരിവ് മാത്രമല്ല ഒരു ദൈവത്തിന്റെ സഭ ബിൽഡ് ചെയ്യാനായിട്ടുള്ള അടിസ്ഥാന യോഗ്യത, ദൈവത്തിന്റെ വഴികൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഞാൻ ഇത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് പോകുമ്പോൾ പൗലോസ് പ്രവൃത്തികൾ, പൗലോസിനെ എങ്ങനെയാണ് ദൈവം ഇതിനു വേണ്ടി യൂസ് ചെയ്തതും, പൗലോസ് എങ്ങനെയാണ് ദൈവത്തിന്റെ വഴികൾ പഠിച്ചതെന്നും, പൗലോസ് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തതെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലേഖനങ്ങളിലേക്ക് പോകുമ്പോൾ അതിന്റെ പ്രിൻസിപ്പൾ പൗലോസ് വിശദീകരിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ രണ്ടും എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ സമയം അനുവദിക്കുന്നില്ലെങ്കിൽ ഞാൻ ബാക്കി ഭാഗങ്ങൾ അടുത്ത ആഴ്ചയിലേക്ക് നീട്ടിവെക്കും. എങ്ങനെയാണെങ്കിലും നമുക്ക് അതിനനുസരിച്ച് ചിന്തിക്കാം. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ ഇതിന്റെ ഒരു ടൈം ലൈൻ ഉണ്ട്. ഞാൻ ആ ടൈം ലൈൻ ഇതിന്റെ കൂട്ടത്തിൽ പറയുന്നില്ല. ഞാൻ ഇതിന് ശേഷം ഇതിന്റെ നോട്ട്സ് ഞാൻ പോസ്റ്റ് ചെയ്യാം. അതിൽ ഞാൻ ആ ടൈം ലൈനൂടെ വിശദീകരിക്കും. ഇത് സീരിയസ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ പൗലോസിനെ കാണുന്ന ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് സ്തേഫാനോസിന്റെ പ്രസംഗത്തിന്റെയും സ്തേഫാനോസിന്റെ മരണത്തിന്റെയും സമയത്താണ്. അന്നേരം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ പ്രസംഗത്തിന് ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ഒറാക്കിൾസ് നമ്മൾ പ്രസ്താവിക്കുമ്പോൾ, ദൈവത്തിന്റെ മുഖം മാത്രം അന്വേഷിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ രണ്ട് രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാകും. ഒന്നുകിൽ ഒരു മാനസാന്തരം ഉണ്ടാകാം, ഇല്ലെങ്കിൽ നമുക്കെതിരെയുള്ള ഒരു എതിർപ്പുണ്ടാകാം. ഇത് തീർച്ചയായിട്ടും ഉണ്ടാകും. ഇത് രണ്ടും സംഭവിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രസംഗങ്ങളും നിങ്ങളുടെ സുവിശേഷ പ്രചരണവും ആരെ എഫക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിനർത്ഥം. ഈ രണ്ട് റിസൾട്ട് ആണെങ്കിലും കുഴപ്പമില്ല. സത്യ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ എയ്തർ there will be opposition or there will be repentance. അന്നേരം നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിക്കുന്ന സുവിശേഷവും ഇല്ലെങ്കിൽ പ്രസംഗിക്കുന്ന പ്രസംഗവും
സ്തേഫാനോസ് പ്രസംഗിക്കുന്ന പ്രസംഗവും അതിന്റെ കണ്ടന്റിൽ ഒന്ന് തന്നെയാണ്, എന്നാൽ രണ്ട് തരത്തിലുള്ള റെസ്പോൺസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പത്രോസ് പ്രസംഗിച്ചപ്പോൾ 3000 പേര് മാനസാന്തരപ്പെടുകയും സ്നാനപ്പെടുകയും ദൈവസഭയോട് ചേരുകയും ചെയ്തെങ്കിൽ, സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ കല്ലേറും പല്ലുകടിയും മാത്രമേ ഉണ്ടായുള്ളൂ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിന് ഈ ഒരു റിസൾട്ടാണ് സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ ഉണ്ടാകുന്നത്. അന്നേരം സ്തേഫാനോസിന്റെ പ്രസംഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ഫെയില്യൂർ ആയിരുന്നു നമുക്ക് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. ഒരു എന്താ പറഞ്ഞിരിക്കുന്ന ആർക്കും ഒരു മാറ്റവും ഉണ്ടാക്കാൻ കഴിയാത്തൊരു പ്രസംഗം. അതിലൊന്നും വിഷയമൊന്നുമില്ല. ഞാൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എത്ര പേരെ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതൊരു വിഷയമല്ല. ദൈവത്തിന്റെ അരുളപ്പാട്, ദൈവത്തിന്റെ ഹൃദയപ്രകാരം സംസാരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. റിസൾട്ട് ദൈവത്തിൽ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. കാരണം സഭ ദൈവത്തിൻ്റെതാണ്, സുവിശേഷം ദൈവത്തിൻ്റെതാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഇതിന് ഒരു റിസൾട്ടും ഉണ്ടാക്കിയില്ല എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ഈ 3000 പേര് രക്ഷിക്കപ്പെടുന്നതിനേക്കാൾ വലിയൊരു സംഭവം അവിടെ നടന്നു. നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാവും. അവിടെ സ്തേഫാനോസിനെ കൊല ചെയ്യാനായിട്ട് കൂട്ടുനിന്ന, ഇല്ലെങ്കിൽ ആ വസ്ത്രം സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരന്റെ പേര് ശൗൽ എന്നുള്ളതായിരുന്നു. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 7-ാമത്തെ അധ്യായത്തിന്റെ 58-ാമത്തെ വാക്യത്തിൽ സ്തേഫാനോസിന്റെ പ്രസംഗം കഴിയുന്നു. സ്തേഫാനോസ് മരിക്കുന്നു. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ബാല്യക്കാരനെ ഏൽപ്പാന്റെ കാൽക്കൽ വെച്ചു എന്ന് കാണാനായിട്ട് കഴിയും. എന്നിട്ട് സ്തേഫാനോസിന്റെ മരണമാണ് തൊട്ട് അടുത്ത വാക്യങ്ങൾ കാണും. എന്നിട്ട് ഇതിപ്പോ ശൗൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ശൗലിന് സ്തേഫാനോസിനെ കൊന്നത് സമ്മതമായിരുന്നു. എന്നിട്ട് ശൗല് സഭയെ ഉപദ്രവിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതിന്റെ 8:3. എന്നാൽ ശൗൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചടിച്ച് തടവിലേൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോകുന്നു. സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് അതിനർത്ഥം. സഭയെ നശിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം യേശുക്രിസ്തു പറഞ്ഞു പാതാള ഗോപുരങ്ങൾക്ക് സഭയെ ജയിക്കാനായിട്ട് കഴിയത്തില്ല. എന്നാൽ സഭയ്ക്കെതിരെ ഓപ്പോസിഷൻ ആയിരുന്നു. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അന്നേരം നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പൗലോസിന്റെ ചില പ്രസംഗങ്ങളുണ്ട്. പൗലോസിന്റെ സാക്ഷ്യം പറയുമ്പോൾ പൗലോസ് ഒരിടത്ത് പറയുന്നുണ്ട്, യേശുക്രിസ്തു പൗലോസിന്റെ അടുത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ യേശുക്രിസ്തു പൗലോസിന്റെ അടുത്ത് പറയുന്നുണ്ട്, നീ മുള്ളിന് നേരെ ഉതയ്ക്കുന്നത് നിനക്ക് നല്ലതല്ല, ഇല്ലെങ്കിൽ ഒരു മുള്ളിന് നേരെ തൊഴിക്കുന്നത്. ഒരു കുതിരയുടെ ഒരു എക്സാമ്പിൾ എന്നാണ്, അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അന്നേരം പൗലോസിന്റെ ഹൃദയത്തിൽ ഒരു കുത്ത് അവിടെ വെച്ച് തന്നെ വീഴുന്നുണ്ട്. പൗലോസ് അതിനെതിരെയാണ് മുമ്പോട്ട് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്നേരം സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ കൂടി യഥാർത്ഥത്തിൽ അത് എഫക്ട് ചെയ്തത് ശൗലിനെയാണ്, ഇല്ലെങ്കിൽ പൗലോസിനെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് അവിടെ പൗലോസിന് മാനസാന്തരം ഉണ്ടാവുന്നില്ലെങ്കിൽ മുമ്പോട്ട് പോകുമ്പോൾ പൗലോസ് മാനസാന്തരപ്പെടുന്നു. അത് അതിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് നമുക്കറിയാവുന്നതാണ്. പൗലോസിനെ ഇല്ലെങ്കിൽ ശൗലിനെ യേശുക്രിസ്തു നേരിടുന്നു. അവിടെ വെച്ച് ശൗല് മാനസാന്തരപ്പെടുന്നു. അവിടെ വെച്ച് തന്നെ യഥാർത്ഥത്തിൽ പൗലോസ് ഉപദ്രവിക്കുന്നത് കർത്താവിന്റെ ശരീരമായ സഭയാണ് എന്നുള്ളൊരു പിക്ചർ പൗലോസിന് അവിടെ വെച്ച് തന്നെ യേശുക്രിസ്തു കൊടുക്കുന്നുണ്ട്. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം ശൗല് മാനസാന്തരപ്പെട്ടതിന് ശേഷം അനന്യാസ് വരുന്നു. അനന്യാസ് ശൗലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നു. അതിനുശേഷം ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശൗല് അതിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ കാണുന്നത് അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോടുകൂടെ കുറച്ചുനാൾ പാർത്തു എന്നുള്ളതാണ്. എന്നിട്ട് ഇതിന്റെ ഇടയ്ക്കൊരു സംഭവമുണ്ട്. അത് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിട്ടില്ല. അത് നമ്മൾ ഗലാത്യ ലേഖനത്തിലാണ് നമ്മൾക്ക് അത് കാണുന്നത്. അതിന്റെ ഇടയ്ക്കൊരു സംഭവമാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്. പൗലോസിന്റെ മാനസാന്തരത്തിന് ശേഷം ദമാസ്കോസിലേക്ക് മടങ്ങി വരുന്നതിന് മുമ്പ് ദൈവം പൗലോസിനെ അറേബ്യയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അറേബ്യ മരുഭൂമിയിലേക്ക്. നമ്മൾ അതിന്റെ ഒരു ടൈം ലൈൻ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 3 വർഷം അറേബ്യ മരുഭൂമിയിൽ പൗലോസ് ദൈവവുമായിട്ടൊരു ഡയറക്റ്റ് എൻകൗണ്ടർ ഉണ്ടാവുകയും യേശുക്രിസ്തുവിനെ പറ്റിയുള്ള സുവിശേഷം അപ്പോസ്തലന്മാരിൽ നിന്ന് പഠിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൽ നിന്ന് പൗലോസ് നേരിട്ട് മനസ്സിലാക്കുന്നതാണ് നമ്മൾക്ക് ഗലാത്യ ലേഖനത്തിന്റെ 11-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ അതുകൂടി പെട്ടെന്ന് വായിച്ചു പോവുകയാണ്. അവിടെ പറയുകയാണ്, സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് അറിയിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല, യേശുക്രിസ്തുവിന്റെ വെളിപാടിനാൽ അത്രേ പ്രാപിച്ചത്. എന്നിട്ട് പൗലോസ് തന്റെ ഹിസ്റ്ററി, തന്റെ ബാക്ക്ഗ്രൗണ്ട് പറയാണ്. യഹൂദ മതത്തിലെ എന്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുള്ളൂ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും, ഇത് തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞിരിക്കുന്നത്, സഭയെ പൗലോസ് മുടിച്ചു പോകുന്നു. എന്നിട്ട് എന്റെ പിതൃപാരമ്പര്യത്തെ കുറിച്ച് അത്യന്തം എരിവേറി എന്റെ സ്വജനത്തിൽ സമപ്രായക്കായ വളരെക്കാളും യഹൂദ മതത്തിൽ അധികം മുദ്രയും ചെയ്തു പോകുന്നു. അവിടെ ഇംഗ്ലീഷ് വെച്ചിരിക്കുന്നത് ബീയിങ് മോർ എക്സ്ട്രീംലി സെലസ് ഫോർ മൈ ആൻസസ്ട്രൽ ട്രഡീഷൻ. അന്നേരം പൗലോസ് ഒരു എരിവുള്ള വ്യക്തിയായിരുന്നു ആദ്യം തന്നെ. മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് തന്നെ, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ വഴിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പൗലോസിന്റെ എരിവ് പൗലോസിനുണ്ടായിരുന്നു. അന്നേരം പൗലോസിന് അറിയാമായിരുന്നു യഹൂദ മതം എന്നുള്ളത് ദൈവം തെരഞ്ഞെടുത്ത മതമാണ്. അന്നേരം അതിനെതിരെ വരുന്ന എല്ലാത്തിനെയും ശക്തമായിട്ട് എരിവോടെ എതിർത്തുകൊണ്ടിരുന്ന പൗലോസിനെയാണ് ദൈവം
പിടിക്കുകയും പൗലോസ് ദൈവത്തിന്റെ സഭയെക്കുറിച്ചൊരു എരിവുള്ളവനായി തീരുന്നു. അതാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ക്രിസ്തുവിന്റെ എരിവോടെ നിങ്ങളെക്കുറിച്ച് എരിയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് പൗലോസിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞിരുന്നത്. ദൈവത്തിന് വേണ്ടിയിട്ടുള്ള എരിവാണ്. അത് തെറ്റായിട്ടുള്ള രീതിയിലായിരുന്നെങ്കിലും തെറ്റായിട്ടുള്ള മാർഗത്തിലായിരുന്നെങ്കിലും ദൈവത്തെക്കുറിച്ചും തന്റെ പിതൃ പാരമ്പര്യത്തെക്കുറിച്ചും ഉള്ള എരിവിലാണ് പൗലോസ് മുമ്പോട്ട് പോയത്. എന്നാൽ ദൈവം യേശുക്രിസ്തു പൗലോസിനെ പിടിക്കുകയും എന്നിട്ട് പൗലോസ് പറയുകയാണെങ്കിലും എന്റെ ജന്മം മുതൽ എന്നെ വേർതിരിച്ച് എന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തനോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും ദമസ്കോസിലോട്ട് മടങ്ങി പോവുകയും ചെയ്തു. നേരെ പൗലോസിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? ദൈവത്തിന് പൗലോസിനെ പറ്റി ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നുകൊണ്ട് പൗലോസിന് ദൈവം നേരിട്ട് തന്നെ കുറിച്ചുള്ള അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സുവിശേഷം എന്താണെന്നുള്ളത് ദൈവം പൗലോസിനോട് നേരിട്ട് സംസാരിച്ചു. പൗലോസ് നേരെ അപ്പോസ്തലന്മാരുടെ അടുക്കലേക്ക് പോയില്ല. അപ്പോസ്തലന്മാരുടെ അടുക്കലേക്ക് പോയിരുന്നു, അപ്പോസ്തലന്മാരെന്ന് പഠിച്ചിരുന്നെങ്കിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോസ്തലന്മാർ യഥാർത്ഥ സുവിശേഷം തന്നെയാണെങ്കിലും അവർ ആ യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് ഗ്രാജുവലായിട്ടാണ് പുറത്തേക്ക് വരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പൗലോസിന് അതേസമയം ദൈവം നേരിട്ട് ഈ ഒരു ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലന്മാരിൽ ചിലർ പോലും ചില ട്രഡീഷനിലേക്ക് പോകുമ്പോൾ പൗലോസ് അതിനെ എതിർത്ത് നിൽക്കുന്നത്. നമ്മൾ ഗലാത്യ ലേഖനത്തിൽ നമ്മൾ കാണാനായിട്ട് കഴിയുന്നത് പത്രോസിന്റെ പോലും പൗലോസ് എതിർത്ത് നിൽക്കുന്നത് അതുകൊണ്ടാണ്. അന്നേരം അതുകൊണ്ടാണ് പൗലോസ് പലപ്പോഴും ലേഖനങ്ങൾ എഴുതുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങൾക്ക് ഏൽപ്പിച്ചിരുന്നു പറഞ്ഞിരിക്കുന്നത്. അന്നേരം കർത്താവിൽ നിന്നാണ് പൗലോസ് നേരിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ഇത് എങ്ങനെയാണ് നമുക്ക് ആപ്ലിക്കബിൾ ആവണം എന്നുള്ളതാണ് ചോദ്യം. പലപ്പോഴും പല ആൾക്കാരും അവർ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ദൈവവുമായിട്ട് രക്ഷിക്കപ്പെട്ടതിന് ശേഷത്തെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈബിളിൽ ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ കാര്യം ദൈവം നിങ്ങൾക്ക് നേരിട്ട് വെളിപ്പെടുത്തി തരണമെന്നോ അങ്ങനെയുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമുക്കൊരു പുതിയ ബൈബിളിന് പുറത്തുള്ള വെളിപാടിന്റെ ആവശ്യമില്ല. എന്നാൽ തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചിട്ട് ദൈവം നമ്മുടെ അടുത്ത് സംസാരിക്കുകയും നമ്മൾ അതിൽ ഉറക്കുകയും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പാരമ്പര്യത്തിന്റെ അണ്ടറിൽ മാത്രമേ നിൽക്കുകയുള്ളൂ. നമ്മുടെ ചിന്താഗതി ഒരിക്കലും അതിന്റെ പുറത്തേക്ക് പോകാനായിട്ട് കഴിയത്തില്ല. നമ്മൾ ഒരിക്കലും ദൈവവചനത്തിന് വേണ്ടിയിട്ട് ഉറച്ചു നിൽക്കുകയില്ല. പൗലോസ് അതുകൊണ്ടാണ്, പൗലോസിന് അങ്ങനെ ഒരു വെളിപാടുണ്ടായതുകൊണ്ടാണ് പൗലോസ് മുമ്പോട്ട് പോകുമ്പോൾ ചില പാരമ്പര്യങ്ങൾക്കെതിരെ ചില ലീഗലിസത്തിനെതിരെ ശക്തമായിട്ട് നിൽക്കുന്നു. ഒരു നാഴിക പോലും ഞാൻ നിങ്ങൾക്ക് അവരോട് കൂടെ വഴങ്ങി കൊടുത്തില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ എന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. എന്തുകൊണ്ടാണ് പല ആൾക്കാർക്കും ഈ രീതിയിലുള്ള ഒരു എരിവില്ലാത്തത്? ദൈവസഭയെ പറ്റി ദൈവത്തിന്റെ വചനപ്രകാരം തന്നെ സഭയെ ബിൽഡ് ചെയ്യണം എന്നുള്ള എരിവില്ലാത്തത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്കാർക്കും ഇല്ലെങ്കിൽ ഇവർക്ക് പലർക്കും അവർക്ക് ദൈവവുമായിട്ടുള്ള ഒരു എൻകൗണ്ടറിൽ ദൈവത്തിൽ നിന്ന് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള യഥാർത്ഥത്തിലുള്ള വെളിപാട് കിട്ടിയിട്ടില്ല. വെളിപാടെന്നുള്ള വാക്കിനേക്കാൾ കൂടുതൽ നമുക്ക് വേണമെങ്കിൽ പ്രകാശനം എന്ന് പറയാം. അതാണ് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് ലേഖനം എഴുതിയിട്ട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവാത്തത് കൊണ്ട് ഇവർ ഏതെങ്കിലും ഒരു സഭയുടെ അവർ ആ ട്രഡീഷന്റെ ഉള്ളിൽ അവർ പഠിപ്പിക്കുന്നതിന്റെ അകത്ത് തന്നെ നിന്നുകൊണ്ട് അതിനെ എതിർത്ത് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു സേഫ് സോണിൽ അങ്ങ് പോവുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ കർത്താവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായ വ്യക്തികളാണെങ്കിൽ അവർ കർത്താവിന്റെ വചനത്തിന് വേണ്ടിയിട്ട് അവസാനം വരെ നിൽക്കും. ഞാൻ എൻ്റെ ഒരു ലൈഫിലെ കാര്യം ഞാൻ പറഞ്ഞു, ഞാനത് വളരെ വിശദീകരണമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട്. ഞാൻ രക്ഷിക്കപ്പെടുന്നത് സത്യത്തിലൊരു പെന്തക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ചർച്ചിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസംബ്ലി സഭയിലാണ് ഒരു സഭയിലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. എൻ്റെ ആദ്യത്തെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെന്തക്കോസ്റ്റൽ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ദൈവസഭ, ഇവർ പഠിപ്പിക്കുന്ന 100% ദൈവവചന പ്രകാരമുള്ളതാണ്, ഇതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. പെന്തക്കോസ്റ്റ് സഭ എന്ന് പറഞ്ഞാൽ ദൈവസഭ, പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ മാത്രമായിരുന്നു. എന്നാൽ എന്നെ ദൈവം ചില കഠിനമായ സാഹചര്യങ്ങൾ കൂടി കടത്തിവിട്ടു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള എൻ്റെ രക്ഷിക്കപ്പെട്ട ആദ്യത്തെ ഒരു 2 വർഷമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഒരു സ്പിരിച്വൽ സ്ട്രഗിൾ അനുഭവിച്ചിട്ടുള്ളത്. അത് ദൈവം എന്നെ കടത്തിവിടുകയായിരുന്നു. ഞാൻ എൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അതിൽ കൂടി ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറത്തൊരു സത്യമുണ്ട്. ദൈവവചനത്തിലെ കാര്യങ്ങൾ ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു കാര്യമാണ്. ദൈവസഭ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മൾ ഇന്ന് കാണുന്ന ഈ സ്ട്രക്ചറിന്റെ അപ്പുറത്തേക്ക് യഥാർത്ഥ ദൈവസഭയുണ്ട്. ഇല്ലെങ്കിൽ ദൈവസഭ അതാണ്, അപ്പോസ്തല പ്രവർത്തികൾ ആദിമ ദൈവസഭ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ രക്ഷിക്കപ്പെട്ട എനിക്കൊരു 18-19 വയസ്സുള്ള ആ സമയങ്ങളിലാണ്. അന്ന് ദൈവം പഠിപ്പിച്ച കാര്യങ്ങളാണ് ഇന്നും സത്യത്തിൽ എന്നെ ഉറച്ചു നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല കാര്യങ്ങൾക്കെതിരെ എനിക്ക് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്, സഭകളിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്, സഭയുടെ എൽഡേഴ്സിനെതിരെ റെസ്പെക്ട്ഫുള്ളി തന്നെ പല കാര്യങ്ങളും ഡിസഗ്രി ചെയ്ത് വന്നിട്ടുണ്ട്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ബാക്കി ആരും അതിന്റെ കൂടെ നിൽക്കാത്തത്? ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്കാർക്കും ഇല്ലെങ്കിൽ ഇവർക്ക് പലർക്കും ഈ രീതിയിലുള്ള ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടില്ല.
പൗലോസിനെ ദൈവം ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് ദൈവസഭയുടെ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് മാസ്റ്റർ ബിൽഡറായിട്ട് വിളിച്ചതായതുകൊണ്ട് പൗലോസിനെ ദൈവം നേരെ അറേബ്യയിലോട്ട് കൊണ്ടുപോയി ദൈവത്തിന്റെ അരുളപ്പാടുകൾ ദൈവം യഥാർത്ഥത്തിൽ പൗലോസിനെ പഠിപ്പിച്ചതിന് ശേഷമാണ് ഇവൻ അപ്പോസ്റ്റലന്മാരുടെ അടുക്കിലേക്ക് പോലും പോകുന്നത്. തീർച്ചയായിട്ടും അപ്പോസ്റ്റലന്മാരുടെ അടുക്കിലേക്ക് പോവുകയും പൗലോസ് അവരുമായിട്ട് അവർക്ക് കീഴ്പ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ദൈവവചനം എന്നുള്ളൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ, ദൈവത്തിന്റെ സഭയുടെ ബിൽഡിങ്ങിന്റെ കാര്യം വരുമ്പോൾ പൗലോസ് ശക്തമായിട്ട് നിൽക്കുന്ന നമ്മൾ ഗലാത്യലേഖനത്തിൽ തന്നെ കാണാനായിട്ട്. പൗലോസ് പറയുന്നുണ്ട് സുവിശേഷത്തിന്റെ സത്യം, ഈ സുവിശേഷം ദൈവമാണ് പൗലോസിനെ വെളിപ്പെടുത്തി കൊടുത്തത്. എന്നതിന് ശേഷം ഗലാത്യ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായം, ഇത് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് സുവിശേഷത്തിന്റെ സത്യം 2:5, സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൗലോസ് പറയുകയാണ് സുവിശേഷത്തിന് ഒരു സത്യമുണ്ട്, ഒരു ട്രൂത്ത് ഉണ്ട്. ആ ട്രൂത്താണ് മനുഷ്യനെ സ്വതന്ത്രമാക്കുന്നത്. അതുകൊണ്ടാണ് അതിന് മുകളിൽ പറഞ്ഞിരിക്കുന്നത് സുവിശേഷത്തിലുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ അവർ നുഴഞ്ഞു വന്നവരായിരുന്നു പറഞ്ഞിരിക്കുന്നത്. ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന ലീഗലിസം ഉണ്ട്, ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന പാരമ്പര്യങ്ങളുണ്ട്. അത് പെന്തക്കോസ്ത് സഭയിലും പാരമ്പര്യമുണ്ട്, എല്ലാ സഭകളിലും പാരമ്പര്യമുണ്ട്. എന്നാൽ ഈ പാരമ്പര്യങ്ങൾക്കെതിരെ സുവിശേഷത്തിന്റെ സത്യം അടുത്ത തലമുറയിലേക്ക് പോകണമെങ്കിൽ ആരെങ്കിലും ആ സുവിശേഷത്തിന്റെ സത്യത്തിന് വേണ്ടി നിൽക്കണം. അത് ആൾക്കാർക്കെതിരെ നിൽക്കണം, ആൾക്കാർക്കെതിരെ സംസാരിക്കേണ്ടി വരും, ട്രഡീഷൻസിനെതിരെ സംസാരിക്കേണ്ടി വരും. അങ്ങനെ നിൽക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? അങ്ങനെ നിൽക്കണമെങ്കിൽ ദൈവം ആ വ്യക്തിയെടുത്ത് നേരിട്ട് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തെങ്കിലേ ഒക്കുള്ളൂ. ദൈവമായിട്ട് ആ രീതിയിലുള്ള എൻകൗണ്ടർ ഉണ്ടായില്ലേക്കുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് അടുത്ത തലമുറയിലേക്ക് ഈ സത്യം പോകണം. എന്തായിരുന്നു അവിടെ ആ സത്യത്തോട് കൂട്ടിച്ചേർക്കാനായിട്ട് അവർ ശ്രമിച്ചത്? അവർ പറയാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് രക്ഷിക്കപ്പെടും, എന്നാൽ അതിനോടുകൂടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണം, അത്രേ ഉള്ളൂ, പരിച്ഛേദന എന്നുള്ളൊരു കാര്യം. അത് പൗലോസ് അന്ന് വഴങ്ങി കൊടുത്തിരുന്നുവെങ്കിൽ ഞാൻ പറയാം ഇന്നത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇന്നും പരിച്ഛേദന ചെയ്യേണ്ടി വന്നേനെ. അതായിരുന്നു അവരുടെ ആർഗ്യുമെന്റ്. അത്രയ്ക്ക് ആ ഒരു കാര്യത്തെ അവിടെ ആ തലമുറയിൽ പൗലോസ് കട്ട് ചെയ്തത് ദൈവത്തിന്റെ സുവിശേഷം പൗലോസുമായുണ്ട്. ഞാൻ പെട്ടെന്ന് പോട്ടെ, ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നീണ്ടുപോകുന്നതുകൊണ്ട് ഞാൻ മടങ്ങി വരാം. അന്നേരം ഞാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഒരു വളരെ ബേസിക് ആയിട്ട് കാര്യമുണ്ട്. ദൈവത്തിന്റെ വഴികൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ട്രഡീഷനിൽ എൻഡപ്പ് ചെയ്യും. നമുക്കൊരിക്കലും ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കുന്ന ലീഗലിസങ്ങൾക്കെതിരെ, പാരമ്പര്യങ്ങൾക്കെതിരെ നിൽക്കാനായിട്ട് കഴിയത്തില്ല. ഞാൻ പറയട്ടെ, യേശുക്രിസ്തു അപ്പോസ്തലന്മാരോ പൗലോസോ ഒന്നും എതിർപ്പ് നേരിട്ടത് വിശുദ്ധി പ്രസംഗിച്ചുകൊണ്ടല്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. വിശുദ്ധി മാത്രം പ്രസംഗിക്കുന്നതുകൊണ്ട് ആരും നമ്മളെ എതിർക്കുകയോ ഒന്നും ചെയ്യത്തില്ല. നമ്മൾ അക്സെപ്റ്റർ ആവുകയുള്ളൂ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൽ. എന്നാൽ പാരമ്പര്യങ്ങൾക്കെതിരെ നമ്മൾ നിൽക്കുമ്പോൾ, ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കുന്ന ലീഗലിസങ്ങൾക്കെതിരെ നമ്മൾ നിൽക്കുമ്പോൾ, ദൈവവചനത്തെ ദുർബലമാക്കുന്ന അതിനോട് ചേർക്കുന്ന മാനുഷിക പാരമ്പര്യങ്ങൾക്കെതിരെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുകയും നമുക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കുകയും ചെയ്യേണ്ടി വരും. ദൈവം നമ്മളോട് നിൽക്കുകയും ചെയ്യും. ഓക്കെ, എന്നിട്ട് ഞാൻ പറഞ്ഞത് ഇതാണ് ഇതിന്റെ ഇടയ്ക്കുള്ളൊരു സംഭവം, അപ്പോസ്തല പ്രവൃത്തിയിൽ പറയാത്തൊരു കാര്യം. അന്നേരം പൗലോസ് അറേബ്യയിലേക്ക് പോവുകയും ദൈവമായിട്ടുള്ള എൻകൗണ്ടർ ഉണ്ടാവുകയും പൗലോസ് തിരിച്ചു വരികയും ചെയ്ത് ദമസ്കസിലോട്ട് വരുന്നു. ശിഷ്യന്മാരോട് കൂടെ കുറച്ചുനാൾ പാർക്കുന്നു. അവിടെ വെച്ച് യേശു ദൈവപുത്രൻ എന്ന് പള്ളികൾ പ്രസംഗിക്കുകയാണ്. കേട്ടവരെല്ലാവരും വിസ്മരിച്ചു. യെരൂശലേമിൽ ഈ നാം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം വരുത്തുന്നതിനുമല്ലോ എന്ന് പറയാം. അന്നേരം എങ്ങനെയാണ് പെട്ടെന്ന് പൗലോസ് യേശു ക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കാനായിട്ട് തുടങ്ങുന്നത്? അവിടുന്ന് ഒരു എൻകൗണ്ടർ, യേശു ക്രിസ്തുവായിട്ട് എൻകൗണ്ടർ ഉണ്ടായി. അതാണ് ഇതിന്റെ ഗലാത്യലേഖനത്തിൽ പൗലോസ് വിശദീകരിക്കുന്നത്. അങ്ങനെ പൗലോസ് വീണ്ടും ശക്തിയോടുകൂടി യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമാസ്കസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കുകയാണ്. അന്നേരം പൗലോസിന് ആ വെളിപാട് കിട്ടിയതുകൊണ്ട് പൗലോസ് ശക്തമായിട്ട് അതിനുവേണ്ടി നിൽക്കുകയാണ്. എന്നിട്ട് പൗലോസ് യെരൂശലേമിലേക്ക് പോകുന്നു. യെരൂശലേമിൽ വെച്ചിട്ട് അപ്പോസ്തലന്മാരെ കാണുന്നു. അത് ഗലാത്യലേഖനത്തിൽ പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. യാക്കോബിനെയും പത്രോസിനെയും പൗലോസ് യെരൂശലേമിൽ വെച്ച് കാണുന്നു. അവിടെ വെച്ചിട്ട് പൗലോസിന് എതിർപ്പുണ്ടായിട്ട് അവനെ കൊല്ലാനായിട്ട് ഉള്ളൊരു ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ അവനെ കൈസരിയിലേക്ക് കൂട്ടിപ്പോയിട്ട് അവനെ അവിടുന്ന് തർസോസിലേക്ക്, പൗലോസിന്റെ ജന്മസ്ഥലമായിട്ടുള്ള തർസോസിലേക്ക് അയക്കുകയാണ്. എന്നിട്ട് ഇവിടെ വെച്ച് നമുക്ക് പൗലോസിന്റെ ആ ഹിസ്റ്ററിക്ക് ഒരു പോസ് വരികയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് പത്രോസിന്റെ ഉള്ള ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ എൻകൗണ്ടറാണ്. നമ്മൾ പക്ഷെ ശ്രദ്ധിച്ചു വായിച്ചു കഴിഞ്ഞാൽ പൗലോസിനുണ്ടായ ആ ഒരു വെളിപാട് പത്രോസിനും ഉണ്ടാകാനായിട്ട് ദൈവം ഇടപെടുന്നതാണ് നമ്മൾ 10-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ കാണുന്നത്. ഞാൻ എൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് പിന്നീട് പരിശോധിച്ചാൽ മതി. അന്നേരം പൗലോസിനുണ്ടായതുപോലെ തന്നെ പത്രോസിന്റെ അടുത്തും ദൈവം നേരിട്ട് സംസാരിക്കുന്നു. എന്നാൽ പത്രോസിന്റെ ട്രഡീഷൻസ് അത്രക്ക് സ്ട്രോങ് ആയതുകൊണ്ട് പത്രോസ് 3 പ്രാവശ്യം നോ പറയുകയാണ്. എന്നിട്ട് ദൈവം സംസാരം നിർത്തുന്നു. എന്നാൽ കൊർന്നേലിയോസ് വഴി
പരിശുദ്ധാത്മാവിനെ അവർക്ക് അയച്ചുകൊണ്ട് ജാതികളെ ദൈവത്തിന്റെ സഭയുടെ ഭാഗമാക്കുന്നു എന്നുള്ള സത്യം പത്രോസിന്റെ ട്രഡീഷന്റെ അപ്പുറത്തേക്ക് ദൈവം പത്രോസിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതാണ് നമ്മൾ 10-11 അധ്യായങ്ങൾ കാണുന്നത്. പിന്നെ പത്രോസ് തന്റെ പ്രവൃത്തികൾ യെരുശലേം സഭയിൽ വന്നിട്ട് വിശദീകരിക്കുന്നു. എന്നിട്ട് നമ്മൾ പിന്നീട് പൗലോസിന്റെ കാര്യം നമ്മൾ തുടർന്ന് കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി 11-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യമാണ്. അന്നേരം പത്രോസ് യെരുശലേമിൽ സഭയിൽ ചെന്നിട്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അവരതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അന്നേരം സ്തേഫാനോസിന്റെ മരണം നമ്മൾ കണ്ടു. സ്തേഫാനോസിന്റെ മരണം കാരണം അതോടുകൂടി ഭയങ്കരമായിട്ട് ഉപദ്രവം ഉണ്ടായപ്പോൾ ഈ ക്രിസ്ത്യാനികൾ ചെതറിപ്പോവുകയും അവര് ചെന്നിടത്തല്ല, അന്നേരം ചിതറിപ്പോകുന്നിടത്തല്ല ഇവര് ചെല്ലുകയാണ്. ഇവരെ ദൈവം പല രീതിയിലേക്ക് അയക്കുകയാണ്, ഓരോ സ്ഥലങ്ങളിലേക്ക് സുവിശേഷം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അയക്കുകയാണ്. അങ്ങനെ ചിതറിപ്പോയവർ ആദ്യം ഇവരുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, പത്രോസിന്റെയും ഒക്കെയുള്ള ബോധ്യം എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ മാത്രമാണ് ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ജാതി. ഈ സുവിശേഷം യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള സുവിശേഷം, ഇല്ലെങ്കിൽ യേശു മശിഹായാണ്, ക്രിസ്തുവാണ് എന്നുള്ളത് തെളിയിക്കേണ്ട യഹൂദന്മാരടുത്ത് മാത്രമാണ്. എന്നാൽ ജാതികൾക്ക് ഇതിൽ റോളൊന്നും ഇല്ലെന്നുള്ളതാണ് ഇവരുടെ ചിന്ത. അതുകൊണ്ട് തന്നെ ഇവരും ചിതറിപ്പോയവരും പ്രസംഗിക്കുന്ന യഹൂദന്മാരടുത്ത് മാത്രമാണ്. അന്നേരം അവിടെ പറയുകയാണ്, ഉപദ്രവം ചെയ്താൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നിക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങൾ സഞ്ചരിച്ചു. എന്നിട്ട് അവിടെ അന്ത്യോക്യയിൽ ഒരു വലിയൊരു ഉണർവുണ്ടാവുകയും സുവിശേഷം പ്രചരിക്കപ്പെടുകയും അനേകർ കർത്താവിലേക്ക് തിരികുകയും യഹൂദന്മാരും അതേപോലെ തന്നെ ജാതികളും ഇല്ലെങ്കിൽ ഗ്രീക്കുകാരും കർത്താവിലേക്ക് തിരികുകയും അവിടെ ഒരു സഭ ഉണ്ടാവുകയും ചെയ്യാണ്. ഈ അന്ത്യോക്യ സഭയാണ് പൗലോസിന്റെ ബേസ് ചർച്ച്. ഞാൻ അതിന്റെ മുമ്പോട്ട് പോകുമ്പോൾ അതിലേക്ക് വിശദീകരിക്കാം. അങ്ങനെ അന്ത്യോക്യയിൽ സഭ ഉണ്ടാകുന്നു. അവിടെ വെച്ചാണ് ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് ഉണ്ടാകും. അന്നേരം ഒരു ട്രഡീഷണലി അന്ത്യോക്ക് എന്ന് പറയുന്നത് ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അന്ത്യോക്യയിൽ നിന്നുള്ളൊരു അറബ് ക്രിസ്ത്യനെ പരിചയപ്പെട്ടു. അന്നേരം അദ്ദേഹം പറയായിരുന്നു ഇതൊരു വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. അന്നേരം അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ക്രിസ്ത്യാനികൾ എന്ന് പേര് വന്നത്. അന്നേരം അവിടെ വന്നപ്പോൾ ബർന്നബാസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഈ സഭയിലുള്ള ആൾക്കാരെ കണ്ടിട്ട് സന്തോഷിച്ചിട്ട് യെരുശലേമിലേക്ക് ആൾക്കാർ പോകുന്നു. അവിടുന്ന് യെരുശലേം സഭയിൽ നിന്ന് ബർന്നബാസിനെ ഈ അന്ത്യോക്യ സഭയിലേക്ക് അയക്കുന്നു. അന്നേരം അന്ത്യോക്യ സഭയിൽ ബർന്നബാസ് വന്നിട്ട് എന്ത് ചെയ്യുന്നു? ബർന്നബാസ് ഇപ്പോൾ ശൗല് തർസോസിലേക്ക് പോയിട്ട് ശൗലിനെ ബർന്നബാസ് അന്ത്യോക്യ സഭയിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ അന്ത്യോക്യ സഭയുടെ ഒരു അംഗമായി പൗലോസ് തീരുകയും അന്ത്യോക്യ സഭ പൗലോസിന്റെ ഒരു ഹോം ചർച്ച് ആവുകയും അവിടെ പൗലോസ് ഒരു സാധാരണ വിശ്വാസിയായി സഭായോഗങ്ങളിൽ കൂടുകയും അവിടെ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ അവിടെ ഞാൻ ഹിസ്റ്ററി പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അവിടെ ഒരു ക്ഷാമം ഉണ്ടാവും എന്നുള്ളൊരു ന്യൂസ് വരുന്നു. അപ്പോൾ പൗലോസിന്റെയും ബർന്നബാസിന്റെയും കയ്യിൽ ഇവര് കുറച്ച് പണം യെരുശലേമിലെ സഭയിലേക്ക് അയക്കുന്നു. എന്നിട്ട് വീണ്ടും ഇവിടെ വെച്ച് വീണ്ടും പൗലോസിന്റെ പ്രവർത്തികളെ പറ്റി ഒരു പോസ്റ്റ് വരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് പത്രോസിനെ യാക്കോബിനെ കൊല്ലുന്നു, പത്രോസിനെ പിടിച്ചുകൊണ്ട് പോകുന്നു, ഇല്ലെങ്കിൽ തടവിലാക്കുന്നു. ഇതിനുശേഷം പൗലോസ് യെരുശലേമിൽ നിന്ന് തിരിച്ച് അന്ത്യോക്യയിലേക്ക് സഭയിലേക്ക് വരുന്നു. അതാണ് 12-ാമത്തെ അധ്യായത്തിന്റെ 24-25 വാക്യങ്ങൾ വായിക്കുമ്പോൾ ബർന്നബാസും സൗലും ശുശ്രൂഷ നിവർത്തിച്ച ശേഷം മർക്കോസ് എന്ന പേരുള്ള യോഹന്നാനെയും കൂട്ടി യെരുശലേം വിട്ടിട്ട് മടങ്ങി അന്ത്യോക്യ സഭയിലേക്ക് വരുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ഇതിന്റെ ഒരു ബേസ് കാണുന്നത്. 13-ാമത്തെ അധ്യായം മുതൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു ബ്രേക്ക് ഇല്ലാതെ തന്നെ അപ്പോസ്തലനായിട്ടുള്ള പൗലോസിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു കാണണം. ഇനിയാണ് പൗലോസിന്റെ മിഷണറി ജേർണി, പൗലോസ് എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് കാണുന്നത്. അന്നേരം 13-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്യോക്യ സഭയെ പറ്റിയുള്ള ഒരു വിശദീകരണമാണ്. അന്ത്യോക്യ സഭ ഒരു നല്ല സഭയായിരുന്നു. കാരണം നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രവാചകന്മാരുണ്ടായിരുന്നു, ഉപദേഷ്ടാക്കന്മാരുണ്ടായിരുന്നു, അവിടുന്ന് മിഷണറീസ് പുറത്തേക്ക് പോകുന്നു. അങ്ങനത്തെ ഒരു ചർച്ചയാണ്. അവിടെ പറയുകയാണ് അന്ത്യോക്യ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള സിമോൻ, കുറേനക്കാരൻ ലൂക്കോസ്, ഇടപ്രഭുവായ ഹെരോദോവിനോട് കൂടെ മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു സഭയിൽ അവർ കർത്താവിനെ പ്രാർത്ഥിച്ചും ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം എന്താണ് ഇവിടെ കാണുന്നത്? ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കാണുകയാണ്. ഇവിടെ എങ്ങനെയാണ്, ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ വേല എങ്ങനെയാണ് ദൈവം ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ എന്നുള്ളത് പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കുന്നത് സഭയായിരുന്നു എപ്പോഴും മിഷണറീസിനെ ആദിമ കാലങ്ങളിൽ അയച്ചിരുന്നത്. അല്ലാതെ ഇന്ന് കാണുന്ന പോലത്തെ ഏതെങ്കിലും ദൈവസഭയുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ഇൻഡിപെൻഡന്റ് സംഘടനകളോ അവർ
കുറെ സാലറീഡ് വർക്കേഴ്സിനെ പല സ്ഥലങ്ങളിലോട്ട് അയക്കുകയും അവർ പോയി ആൾക്കാരെ കൺവേർട്ട് ചെയ്യുകയും അങ്ങനെ ഇട്ടിട്ട് പോവുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മൾ കാണുന്നതേയില്ല. നമ്മൾ കാണുന്നത് സഭയാണ് അയക്കുന്നത്. അന്നേരം അപ്പോസ്റ്റൽ എന്നുള്ള വാക്ക് ഇല്ലെങ്കിൽ മിഷണറി എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അയക്കപ്പെട്ടവൻ എന്നാണ്. ഞാൻ ഇതിനു മുമ്പ് വേറൊരു മെസ്സേജിൽ പറഞ്ഞിരുന്നു, മിസൈൽ എന്നുള്ള വാക്ക് വരുന്നത് മിഷണറി എന്നുള്ള വാക്കിൽ നിന്നാണ്. ഇല്ലെങ്കിൽ അത് തിരിച്ചാണെന്ന് എനിക്കറിയത്തില്ല, കറക്റ്റ് ഞാൻ ചോദിച്ചോണ്ടാണ്. പക്ഷെ ഇത് രണ്ടും തമ്മിൽ കണക്റ്റുള്ള വാക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സ്ഥലത്തു നിന്ന് വേറൊരു പെർട്ടിക്കുലർ സ്ഥലത്തേക്ക് അയക്കപ്പെടുക എന്നുള്ളതാണ് അർത്ഥം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ അടുത്ത് പരിശുദ്ധാത്മാവ് പൗലോസിന്റെ അടുത്തും ബർന്നബാസിന്റെ അടുത്തും പറയുകയല്ല ചെയ്യുന്നത്, സഭയുടെ അടുത്ത് പറയുകയാണ് ചെയ്യുന്നത്. ഇവരെ ഞാൻ അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് ആ സഭയെടുത്ത് സംസാരിക്കുകയും ആ സഭ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് അവരെ കൈവച്ചിട്ട് അവരെ അയക്കുകയും ചെയ്യണം. ഇങ്ങനെയാണ് ഒരു വ്യക്തി അയക്കപ്പെടുന്നത്. ഇങ്ങനെയാണ് ഒരു മിഷണറി അയക്കപ്പെടുന്നത്. ഇങ്ങനെയാണ് ഒരു അപ്പോസ്റ്റൽ അയക്കപ്പെടുന്നത്. അവർക്ക് പോകാനായിട്ട് അവരുടെ കയ്യിൽ യഥാർത്ഥത്തിലുള്ള സുവിശേഷം എന്താണെന്ന് അവർക്കറിയാമായിരുന്നു. അവരെ അയക്കുന്നൊരു സഭയുണ്ട്. അവർക്ക് കൃത്യമായിട്ട് ദൈവം അയക്കുന്ന സ്ഥലത്തേക്കാണ് അവർ പോവുകയും ചെയ്തത്. ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഇപ്പൊ സഭ അങ്ങനെ തന്നെ ഒരു മിഷണറി ആയിട്ട് അയച്ചില്ലെങ്കിലും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും ജോലിക്കായിട്ട് ആൾക്കാർ പോവുകയും അവരും ദൈവത്താൽ അയക്കപ്പെട്ടതാണെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ കൊരിന്ത്യയിലേക്ക് പോകുമ്പോഴേക്കും അക്വിലയും പ്രിസ്കിലയും ഒക്കെ കാണുന്ന അവർ റോമിൽ നിന്ന് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു പെർസിക്യൂഷൻ ഉണ്ടായിട്ട് വരുന്നതാണ്. എങ്ങനെയാണെങ്കിലും ദൈവത്താൽ അയക്കപ്പെടുന്നതാണ്. എന്നിട്ട് ഞാൻ ഒരു കാര്യം പറയാൻ മനസ്സിലാക്കണം, നമ്മളെപ്പോഴും നമ്മൾ ദൈവത്തിന് അവൈലബിൾ ആയിട്ടിരിക്കുകയാണെങ്കിൽ കർത്താവിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട്, യേശുക്രിസ്തു അതാണ് പറഞ്ഞിരിക്കുന്നത്, പിതാവേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം നമ്മളുടെ എബിലിറ്റിയോ നമ്മുടെ കഴിവുകളോ ഒന്നുമല്ല, നമ്മൾ ദൈവത്തിന് അവൈലബിൾ ആണെങ്കിൽ, പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആരെ ഞാൻ അയക്കേണ്ടു എന്ന് ചോദിക്കുമ്പോൾ ഞാനിതാ അടിയനെ അയക്കണമേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടെങ്കിൽ നമ്മൾക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും നമ്മൾ ദൈവത്താൽ അയക്കപ്പെടുകയും ചെയ്യും. അത് സഭയ്ക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് കഴിയുകയും ചെയ്യും. ഇതായിരുന്നു ആദിമസഭയുടെ മിഷണറി വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് കാണുന്നത് പോലെയല്ല. എന്നിട്ട് ഇതൊക്കെ പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ബ്രദറെ അങ്ങനെ തന്നെ ചെയ്യണോ, നിർബന്ധമുണ്ടോ, ഇങ്ങനെ ചെയ്താലും പോലെ ഇതിന് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞിരിക്കുന്നത് കുഴപ്പമുണ്ടോ കുഴപ്പമില്ല എന്നുള്ളതല്ല. ഞാൻ പറയുന്നത് ദൈവത്തിന്റെ വേല ദൈവത്തിന്റെ വഴിയിൽ എങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ എങ്ങനെ ചെയ്യണമെന്നുള്ളതാണ്. അവർക്ക് മാത്രമാണ് ഇതൊക്കെ പ്രാധാന്യമുള്ളത്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും ചെയ്യാം, അതിന്റെ റിസൾട്ട് മാത്രമാണ് നോക്കുന്നതെങ്കിൽ ഈ കാര്യം വിഷയമല്ല. അത് ശരിയോ തെറ്റോ എന്നുള്ളതിനെ പറ്റി ഞാൻ ജഡ്ജ് ചെയ്യാനായിട്ട് നിൽക്കുന്നുമില്ല. ഞാൻ പറയുന്നത് എങ്ങനെയാണ് ആദിമസഭ ചെയ്തത്, എങ്ങനെയാണ് ആദിമസഭ ഇതിനെ പഠിപ്പിച്ചത്, എങ്ങനെയാണ് കർത്താവിന്റെ വേല കർത്താവിന്റെ വഴിയിൽ ചെയ്യുന്നത്, പഴയ നിയമം മുതൽ പുതിയ നിയമത്തിൽ കൂടി ദൈവം എന്താണ് ആ പ്രിൻസിപ്പിൾ പഠിപ്പിക്കുന്നത്. അന്നേരം ഇവർ അയക്കപ്പെടുകയാണ്. അന്നേരം പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, പലരുടെയും ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലേക്ക് പോകുന്നത് അനാത്മീയവും ചില സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ആത്മീയവുമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്, അല്ലെ? പലരും ഈ ലീഗലിസ്റ്റിക് രീതിയിൽ പ്രസംഗിക്കാറുണ്ട്, ചില സ്ഥലങ്ങളിലേക്കൊന്നും പോകരുത്, അവിടേക്ക് പോകുന്നത് ഏതാണ്ട് തെറ്റായിട്ടുള്ള കാര്യം. ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ അത് വിശദീകരിക്കാം. എന്നാൽ എൻ്റെ അടുത്ത് വർഷങ്ങളായിട്ട് പലരും ചോദിക്കുന്ന കാര്യമാണ്, ഇന്ന സ്ഥലത്തേക്ക് പോകാമോ, ഇന്ന സ്ഥലത്തേക്ക് പോകാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പലരും. ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയുന്നത്, ദൈവവചനത്തിൽ പ്രിൻസിപ്പിൾ പറയുന്നത്, ഇതിന്റെ പ്രാക്ടിക്കൽ കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞേക്കാം. പക്ഷേ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു പ്രിൻസിപ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എല്ലാവരും പറയാറുണ്ട്, നിങ്ങൾ ഒരു സ്ഥലത്തേക്കും പോകരുത്, നിങ്ങൾ അയക്കപ്പെടുക മാത്രമേ ചെയ്യാവൂ. നിങ്ങൾ അയക്കുന്നിടത്തോട്ടേ പോകാവൂ. അയക്കുന്ന സ്ഥലം എവിടെയാണെങ്കിലും വിഷയമല്ല. അത് ഇനി യൂറോപ്പ് ആണെങ്കിലും വിഷയമല്ല, ഇംഗ്ലണ്ട് ആണെങ്കിലും വിഷയമല്ല, കുവൈറ്റ് ആണെങ്കിലും വിഷയമല്ല, ദുബായ് ആണെങ്കിലും വിഷയമല്ല, നോർത്ത് ഇന്ത്യ ആണെങ്കിലും വിഷയമല്ല. ഈ സ്ഥലത്തിന് വലിയ പ്രത്യേകതയൊന്നുമില്ല. ചിലർ എന്തിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യ പോകുന്നു പറഞ്ഞ ഒരു ആത്മീയത, ദുബായ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാത്മീയത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ മാനുഷിക ട്രഡീഷൻസ് ആണ്. ദൈവത്തിന്റെ വചനമോ ദൈവത്തിന്റെ വഴികളോ മനസ്സിലാക്കാത്ത ആൾക്കാർ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഹ്യൂമൻ സീലാണ് ഇതിന്റെ അടിസ്ഥാനം. ദൈവവചനത്തിൽ അങ്ങനത്തെ ഉപദേശമൊന്നുമില്ല. ദൈവവചനത്തിൽ ഒരു വ്യക്തി ദൈവത്തെ കേൾക്കാനായിട്ടും ദൈവത്താൽ അയക്കപ്പെടാനായിട്ടും അവൈലബിൾ ആയിട്ടിരിക്കുകയും ആ വ്യക്തിയെ ദൈവം എവിടെ അയച്ചാലും പോവുക എന്നുള്ളതാണ്. ഒരു സ്ഥലവും വിശുദ്ധ സ്ഥലവും അശുദ്ധ സ്ഥലവും ഒന്നും ഇന്ന് ലോകത്തിൽ ഇല്ല. പാപം കൂടുതലുള്ള സ്ഥലങ്ങൾ കാണും, പാപം കുറവുള്ള സ്ഥലങ്ങൾ കാണും. പാപികളുടെ ഇടയിലേക്കാണ് ദൈവം നമ്മളെ അയക്കുന്നത്, അല്ലാതെ വിശുദ്ധന്മാരുടെ ഇടയിലേക്കല്ല. അതായത് ഇതാണ് ബൈബിളിലെ പ്രിൻസിപ്പിൾ. ഇതാണ് നമ്മൾ ആദ്യം തന്നെ കാണാനായിട്ട് കഴിയുന്നത്. ചർച്ച് റെക്കഗ്നൈസ് ചെയ്യാണ്, ദൈവം അവരെ വിളിച്ച് വേർതിരിക്കുന്നു, ദൈവം അവരെ അയക്കുന്നു, സഭ അത് റെക്കഗ്നൈസ് ചെയ്യുന്നു, സഭ അവരെ കൈവച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നു. ഈ കൈവച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നതിനാണ് ഓർഡിനേഷൻ എന്ന് ഇന്ന് നമ്മൾ പലരും പറയുന്നത്. ഇന്നത്തെ ഓർഡിനേഷൻ ഈ പറഞ്ഞ ദൈവവചനത്തിലെ ഓർഡിനേഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതൊരു പെന്റക്കോസ്റ്റൽ ചർച്ചസ് ട്രഡീഷന്റെ ഇല്ലെങ്കിൽ ബാക്കിയുള്ള സഭകളുടെ ട്രഡീഷന്റെ ഓർഡിനേഷൻ മാത്രമാണ്. അതിന് ദൈവവചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അതിന് ദൈവിക അധികാരമില്ല. ഓക്കെ, ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നുണ്ട്, എന്റെ സബ്ജക്ട് മാറിപ്പോയിരിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞത് അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത വാക്യം ഇങ്ങനെയാണ് ഇരിക്കുന്നത്, സോ ബീയിങ് സെന്റ് ബൈ ദ ഹോളി സ്പിരിറ്റ് ദേ വെന്റ് ഡൗൺ ടു സെലൂക്കിയ. അന്നേരം രണ്ട് വാക്യമുണ്ട്, ദേ വർ സെന്റ് ഔട്ട് ബൈ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ദേ വെന്റ്.
ഇതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ. യു ഷുഡ് ബി സെൻഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഷുഡ് ഗോ അക്കോർഡിംഗ് ടു ദ ഹോളി സ്പിരിറ്റ്. ഇതാണ് ആത്മാവിനനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ സിമ്പിൾ. അത് എവിടെയാണെന്നുള്ളതൊരു വിഷയമല്ല, ഏത് സ്ഥലത്താണെന്നുള്ളതൊരു വിഷയമല്ല. ഇതിന്റെ ഇടയ്ക്ക് മാനുഷികമായിട്ടുള്ള ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന വ്യക്തികൾ ദൈവവചനത്തിൽ നിന്ന് മാറിപ്പോയവരാണ്. അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കാത്തവരാണ്. യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയക്കപ്പെട്ടവനാണ്. പക്ഷെ കർത്താവ് പറയുന്നുണ്ട്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. യേശുക്രിസ്തുവാണ് ഇന്ന് അയക്കുന്നത്. യേശുക്രിസ്തു അയക്കുന്നത് സഭയിൽ കൂടിയാണ്. ലോക്കൽ ചർച്ചിനാണ് അതിന്റെ പ്രാധാന്യം. ലോക്കൽ ചർച്ചിനാണ് ബേസ് യൂണിറ്റ്, അല്ലെങ്കിൽ ഒരു മിസൈൽ പോകുന്നത് പോലെ പോകുന്നത് എവിടുന്നാണ്. ഓക്കെ, ഞാൻ എൻ്റെ സമയം കൂടുതലേക്ക് ഇതിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഇവർ പൗലോസിന്റെ ആദ്യത്തെ മിഷണറി യാത്ര തുടങ്ങുകയാണ്. അവർ യഥാർത്ഥ സുവിശേഷം വഹിച്ചുകൊണ്ടൊരു മിസൈൽ പോകുന്നത് പോലെ ദൈവം അയക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകണം. എന്നിട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പൗലോസ് പോകുന്ന സ്ഥലങ്ങൾ കാണുന്നു, പൗലോസ് അവിടെ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ കാണുന്നു, ഇതിന്റെ ഇടയ്ക്കുള്ള പൗലോസിന്റെ എൻകൗണ്ടേഴ്സ്, ഇതൊക്കെ ഞാനങ്ങ് വിടുകയാണ്. കാരണം ഇതൊക്കെ പറയാനായിട്ട് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്. അങ്ങനെ പൗലോസിനാൽ അയക്കപ്പെട്ട് പൗലോസ് ഗലാത്യ പ്രദേശങ്ങളിൽ കൂടി പല സ്ഥലങ്ങളിൽ കൂടി പോവുകയും അവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കുകയും അവിടെ ആൾക്കാർ രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. പൗലോസ് ഇക്കോന്യം, ലിസ്ത്ര, ദെർബ, പിസിദ്യയിലെ അന്ത്യോക്യ, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കൂടി ഗലേഷ്യ പ്രദേശങ്ങളിൽ കൂടി പോകുന്നു. ഇവിടെ എല്ലാം പൗലോസിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ യഹൂദന്മാരടുത്ത് പ്രസംഗിക്കുക, അവരതിനെ റിജക്ട് ചെയ്യുമ്പോൾ ജാതികളിലേക്ക് പോകുക എന്നുള്ളതാണ്. നമ്മളത് മുമ്പോട്ട് പോകുമ്പോൾ കാണാനായിട്ട് കഴിയും. യഹൂദന്മാരെ എപ്പോഴും എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും നടന്നു. സഭകൾ പൗലോസ് സ്ഥാപിക്കുന്നു. സഭ സ്ഥാപിക്കുമ്പോൾ പൗലോസ് എന്താണ് ചെയ്യുന്നത്? ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ എങ്ങനെയാണ് പൗലോസ് സ്ഥാപിക്കുന്നത്? ഇതിന്റെ 14-ാമത്തെ അധ്യായത്തിന്റെ 22 വാക്യങ്ങളിൽ കൂടി ഇതും കൂടി ഒന്ന് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ പ്രധാന കാര്യങ്ങൾ മാത്രമാണ് വിശദീകരിച്ചു പോകുന്നത്. ആ പഠനത്തിലും സുവിശേഷം അറിയിച്ചു, പലരെയും ശിഷ്യന്മാരാക്കിയ ശേഷം, അന്നേരം ഇവര് സുവിശേഷം അറിയിച്ചിട്ട് ആൾക്കാരെല്ലാം കൈവക്കി ഇത്രയും പേര് രക്ഷിക്കപ്പെട്ടു, ഇത്രയും പേരുടെ കണക്ക് നോക്കിയിട്ട് പിന്നെ സംഘടനയെ അറിയിച്ചിട്ട് അവരുടെ പൈസ വാങ്ങിക്കുന്ന ഒരു പരിപാടിയല്ല. ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരാക്കുക എന്നാണ്, ഡിസൈപ്പിൾസ് ആക്കുക. ഇതാണ് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞത്. സുവിശേഷം പ്രസംഗിക്കാനായിട്ട് പറഞ്ഞു വരുന്നവർ ശിഷ്യന്മാരാക്കണം, അല്ലാതെ ചുമ്മാ കുറെ കൺവേർട്സിനെ ഉണ്ടാക്കി നമ്പർ കൂട്ടുക എന്നുള്ളതല്ല. ഇന്ന് എനിക്കൊന്നും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമല്ല, എങ്കിലും ഞാൻ ഒരു കൂട്ടത്തിൽ പറയാണ്. ഇന്ന് ഇന്ത്യയിൽ സുവിശേഷ വേല എതിർക്കപ്പെടുന്നതിന്റെ ഒരു കാരണം, അനേക കാര്യങ്ങൾ ഒരു കാരണം വെറും കൺവേർട്സിനെ മാത്രം ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ടാണ്, ശിഷ്യന്മാരില്ലാത്തതുകൊണ്ടാണ്, സഭയായിട്ട് ഇവരെ കൂട്ടിവരുത്താത്തതുകൊണ്ടാണ്. എന്നാൽ അപ്പോസ്തലന്മാരുടെ രീതി അങ്ങനെ ആയിരുന്നില്ല. അവർ ദൈവസഭയാൽ അയക്കപ്പെടുന്നു, അവർക്ക് സുവിശേഷത്തെ പറ്റി വ്യക്തമായിട്ട് ബോധ്യമുണ്ടായിരുന്നു. അവർ സുവിശേഷം പ്രസംഗിക്കുകയും കുറെ ആൾക്കാരെ എങ്ങനെയെങ്കിലും കർത്താവിലേക്ക് കൊണ്ടുവരികയും സ്വർഗത്തിൽ കൊണ്ടുപോകുകയും ചെയ്യുന്നതല്ല, അവർ ശിഷ്യന്മാരാക്കുകയും അവർ ദൈവരാജ്യത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങൾ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടവരാണെന്നും അവരെ പ്രബോധിപ്പിച്ച് പഠിപ്പിച്ച് അവരുടെ മനസ്സ് ഉറപ്പിച്ചു പോകുന്നു. അത് മാത്രമല്ല, അവർ സഭ പോലും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവെങ്കിൽ അവരെ ഫലമേൽപ്പിക്കുകയും ചെയ്തു. ഇവരെന്താണ് ചെയ്തത്? ഒരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ അവർ ദൈവവചനം സുവിശേഷം പ്രസംഗിക്കുന്നു, രക്ഷിക്കപ്പെടുന്നവരെ ദൈവവചനം പഠിപ്പിച്ചിട്ട് ആ സഭയിൽ നിന്ന് തന്നെ മൂപ്പന്മാരെ നിയമിക്കുന്നു. പൂറലാണ് എൽഡേഴ്സ്. ഇത് തന്നെയാണ്. ഈവൻ അവർക്കതിന് സമയം കിട്ടിയില്ലെങ്കിൽ അവർ തങ്ങളുടെ ശിഷ്യന്മാരെ, അതുകൊണ്ടാണ് തീത്തോസിനെ അയക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ക്രേത്തയിൽ നിന്നെ അവിടെ വിട്ടേച്ചു പോയത്. കാരണം പൗലോസിന് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടായിരുന്നു. പൗലോസ് ആളെ അവിടെ നിർത്തിയിട്ട് പോവുകയാണ്. എന്തിനാണ്? മൂപ്പന്മാരെ ആക്കി വെക്കണം. ഇതിന് ഒരു ചർച്ച ഒരിക്കലും ഇവര് അനാഥമായിട്ട് വിട്ടിട്ട് പോകുന്നില്ല. ശിഷ്യന്മാരെ മാത്രം ഉണ്ടാക്കിയിട്ട് ഇവർക്ക് അവിടെ ചെന്നിട്ട് റിമോട്ട് കൺട്രോൾ ഭരണം നടത്താമെന്ന് ഇവർ ചിന്തിക്കുന്നില്ല. ഇവർക്കറിയാമായിരുന്നു സഭ ക്രിസ്തുവിൻ്റെതാണ്, സഭയുടെ തല ക്രിസ്തുവാണ്. അന്നേരം കർത്താവിങ്കിലേക്ക് സഭയെ പരിമേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവരുമായിട്ട് ഇവർ അറ്റാച്ച് ചെയ്യുന്നില്ല, ഇവരെ റിമോട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല. ഇവർക്കൊരു ആവശ്യമുണ്ടെങ്കിൽ ഇവർ അപ്പോസ്തലന്മാരുമായിട്ട് തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യും. അവർക്കൊരു തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവുകയും ചെയ്യും. അത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇവരുമായിട്ട് സഭയെ അറ്റാച്ച് ചെയ്യുകയും ഇവരുടെ നിയന്ത്രണത്തിൽ സഭയെ നിർത്താനായിട്ട് ശ്രമിക്കുകയും ഒന്നും ചെയ്യാതെ ഇവർ സഭയെ കർത്താവിന്റെ കയ്യിലേക്ക് പരിമേൽപ്പിക്കുന്നു, മൂപ്പന്മാരെ അപ്പോയിന്റ് ചെയ്യുന്നു ആ സഭയുടെ നിയന്ത്രണത്തിന് വേണ്ടി. പിന്നീട് ഈ മൂപ്പന്മാരാണ് ആ സഭയിലെ കാര്യങ്ങളിൽ ചെയ്യുന്നത്. സാഡ്ലി ഈ കാര്യവും പലയിടത്തും ഇന്ന് നടക്കുന്നില്ല. ഇന്ന് പലയിടത്തും നടക്കുന്ന പറഞ്ഞാൽ ഒരു അപ്പോസ്റ്റൽ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ആണെങ്കിൽ അവർ ചെല്ലുന്നു, ഒരു സ്ഥലത്ത് സുവിശേഷം പ്രസംഗിക്കുന്നു, വർഷങ്ങളോളം ആ ഒരൊറ്റ ആളുടേതാണ് സഭ. അവിടെ വർഷങ്ങൾ കഴിഞ്ഞാലും ആ സഭ ദൈവത്തിങ്കിലേക്ക് പരമേൽപ്പിച്ച് മൂപ്പന്മാരെ ഏൽപ്പിച്ചിട്ട് ഇവർ അവിടെ നിന്ന് മാറുന്നില്ല. അവർ അപ്പോസ്റ്റലിനാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ഇഫ് യു ആർ എ മിഷണറി, ഇല്ലെങ്കിൽ ദൈവം അയച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിന്റെ വഴിയിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ തന്നെ സ്റ്റാൻഡ് അടിച്ച് വർഷങ്ങളോളം ഇവരെ തങ്ങളുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിർത്തുകയല്ല ചെയ്യുന്നത്. പൗലോസൊക്കെ അങ്ങനെയാണ് ചെയ്തത്. നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരുപാട് സമയം, വർഷങ്ങൾ അവർക്ക് ചെലവഴിക്കാൻ പറ്റിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എങ്കിൽ പോലും അവർ ഏറ്റവും അടുക്കൽ അങ്ങനെയാണ് ചെയ്തത്. എനിക്കറിയാം പല സഭകൾ അനേക വർഷങ്ങളെ 10-20 വർഷങ്ങളായുള്ള സഭകളിൽ പ്രോപ്പർ എൽഡർഷിപ്പ് ഇല്ല, പ്രോപ്പറായിട്ടുള്ള മൂപ്പന്മാരെ നിയമിച്ചിട്ടില്ല. സ്ഥാപിച്ച
വ്യക്തി റിമോട്ട്ലി അവരെ കൺട്രോൾ ചെയ്യണം. അവരങ്ങനെ നിയമിക്കാത്തതിന്റെ കാര്യം ഇവർക്ക് ഇതിനെ നിയന്ത്രിക്കണം. ഇവരുടെ സഭയായിട്ട് ഇവരുടെ അറ്റാച്ച്മെന്റിൽ ഇവരെ നിർത്തണം. ഇവർക്കൊരു സെൻട്രലൈസ്ഡ് ആയിട്ട് ഇവരെ കൺട്രോൾ ചെയ്യണം. ഞാൻ മുമ്പോട്ട് പോട്ടെ, എനിക്ക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. അപ്പോസ്തല പ്രവൃത്തി തന്നെ പറഞ്ഞു തീർക്കാനായിട്ട് എനിക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. അന്നേരം ഇതൊരു യഥാർത്ഥത്തിൽ അപ്പോസ്തലന്മാർ കാണിച്ചത് അങ്ങനെയല്ല. അവർ ദൈവത്തിന്റെ കൈകളിലേക്ക് സഭയെ പരമേൽപ്പിക്കുന്നു. അവർ മൂപ്പന്മാരെ അവിടെ അപ്പോയിന്റ് ചെയ്യുന്നു. എന്നിട്ട് അവരടുത്ത സ്ഥലത്തേക്ക് പോകണം. എന്നിട്ട് അവർ വീണ്ടും അവിടുത്തെ ഗലാത്യ സഭയിലെ സ്ഥലങ്ങളിൽ സഭകൾ സ്ഥാപിച്ചതിന് ശേഷം അവർ തിരിച്ചവരുടെ ബേസ് ചർച്ച ആയിട്ടുള്ള അന്ത്യോക്യയിലേക്ക് പോകണം. ഇവിടെ വെച്ചാണ് ഈ ഗലാത്യ സഭകൾക്കാണ് പൗലോസ് പിന്നീട് ഗലാത്യ ലേഖനം എഴുതുന്നത്. AD 48 ഈ കാര്യം എഴുതുന്നത്. ഞാൻ എൻ്റെ ടൈം ലൈനിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യം മിക്സ് ആവാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഇവർ തിരിച്ച് അന്ത്യോക്യയിലേക്ക് പോയി. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവർ കപ്പൽ കയറി അന്ത്യോക്യയിലേക്ക് പോയി. തങ്ങൾ നിവർത്തിച്ച വേലയ്ക്കായിട്ട് ദൈവകൃപയിൽ അവയെ ഭരമേൽപ്പിച്ചയച്ചത് അവിടെ നിന്നല്ലോ എന്ന് പറയാം. അന്നേരം അവരെ അയച്ച സ്ഥലത്തേക്ക് അവർ തിരിച്ചു പോവുകയും ആ സഭയിൽ അവർ അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. അവിടെ അവർ മുമ്പോട്ട് പോകുന്നു. എന്നിട്ട് നമ്മൾ മുമ്പോട്ട് കാണുന്നത് ജെറുസലേം കൗൺസിലാണ്. ഫസ്റ്റ് ജെറുസലേം കൗൺസിലാണ് ഇവിടെ കാണുന്നത്. ഇവിടെയാണ് പൗലോസ് ഗലാത്യ ലേഖനത്തിൽ കാണുന്ന ഈ ട്രഡീഷണൽ കാര്യങ്ങൾക്കെതിരെ പൗലോസ് ശക്തമായിട്ട് നിൽക്കുന്നതാണ്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പൗലോസിന് നിൽക്കാൻ കഴിഞ്ഞതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിൽ നിന്ന് യഥാർത്ഥ സുവിശേഷം എന്താണ് എന്നുള്ള അരുളപ്പാട് കിട്ടിയ വ്യക്തി ആയതുകൊണ്ടാണ് പൗലോസ് അതിന് നിൽക്കുന്നത്. അന്നേരം അങ്ങനെ പൗലോസ് തിരിച്ച് അന്ത്യോക്യയിലേക്ക് പോകുന്നു. അന്ത്യോക്യയിൽ ചെന്നിട്ട് അവർ തങ്ങളോട് കൂടെ നിന്ന് ഈ സുവിശേഷം പ്രസംഗിച്ച ദൈവം ചെയ്ത കാര്യങ്ങളെല്ലാം വിശദീകരിക്കുമ്പോൾ യെരുശലേമിൽ നിന്ന് ചിലർ വന്നിട്ട് ഒരു ട്രഡീഷൻ ഇവരുടെ ഇടയിലേക്ക് ഇഞ്ചക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവരെ പറ്റിയാണ് പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. സുവിശേഷത്തിന് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് നുഴഞ്ഞു കയറുമെന്ന് പറഞ്ഞിരിക്കുന്നു. അവർ പറയാണ്, മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പലിശേന ഏൽക്കാതിരുന്നാൽ രക്ഷഭാവിക്കായില്ലെന്നും സഹോദരന്മാർ ഉപദേശിച്ചു. ഒരു ടീച്ചിങ് കൊടുക്കുകയാണ്. രക്ഷിക്കപ്പെടുവാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. രക്ഷിക്കപ്പെടാനായിട്ട് യേശുക്രിസ്തുവിൽ വിശ്വാസം മാത്രം പോരാ, അതിൻ്റെ കൂടെ ഒരു കാര്യം ആഡ് ചെയ്യണമെന്ന് പറയുന്നതും 10 കാര്യം ആഡ് ചെയ്യണമെന്ന് പറയുന്നതും 100 കാര്യം ആഡ് ചെയ്യണമെന്ന് പറയുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല. പലരും ചിന്തിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാണ്. ആ ഒരൊറ്റ കാര്യത്തെയാണ് പൗലോസ് എതിർത്തത്. പൗലോസ് ഒരു നാഴിക പോലും വഴങ്ങാതെ എതിർത്തുന്ന ആ ഒറ്റ കാര്യത്തിനെ പറ്റിയാണ്. ഇത് പൗലോസ് വിശദീകരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, പത്രോസിനെയും ദൈവം ഇതിനു മുമ്പേ തന്നെ ദൈവത്തിന്റെ വഴിയിൽ കൂടി ദൈവത്തിന്റെ വഴി പഠിപ്പിച്ചുകൊണ്ട് ഈ വഴിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പത്രോസ് പൗലോസിന്റെ കൂടെ നിൽക്കുകയും ഈ ട്രഡീഷന്റെ എതിരെ നിൽക്കുകയും ചെയ്യണം. അന്നേരം ഈ ലീഗലിസത്തിനെ പറ്റിയുള്ളൊരു ഡെഫിനീഷൻ ഞാൻ അതിന്റെ വിശദീകരണത്തിൽ ഒരു വേറൊരു സബ്ജക്റ്റാണ്, എങ്കിലും ഞാനത് വിശദീകരിക്കാനായിട്ടൊക്കെയാണ്. അപ്പൊ അതിന്റെ പത്രോസ് പറയുന്നുണ്ട്, എന്താണ് ഈ സുവിശേഷത്തിന്റെ സ്വാതന്ത്ര്യവും ആ സ്വാതന്ത്ര്യത്തിനെ തടയുന്ന പരീശത്വം അല്ലെങ്കിൽ ലീഗലിസം എന്ന് പറയുന്നത്. അതിന്റെ ഡെഫിനേഷൻ അതിന്റെ 10ാമത്തെ വാക്യത്തിൽ പറയാണ്, വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചാൽ നമുക്കും അവർക്കും തമ്മിൽ വ്യത്യാസം വെച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ശിഷ്യന്മാരുടെ കഴുത്തിൽ വയ്ക്കുവാൻ നിങ്ങളിപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്തെന്ന് ചോദിക്കും. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇവിടെ പൗലോസ് പറയാണ്, യേശുക്രിസ്തു ഒരു നുകത്തിനെ പറ്റി പറയുന്നുണ്ട്. യേശുക്രിസ്തു പറയുന്നുണ്ട്, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു, എന്നോട് ചേർന്ന് എന്നോട് പഠിക്കുവാൻ, അത് നിങ്ങൾക്ക് ആശ്വാസം തരും. എന്നിട്ട് കർത്താവിന് എൻ്റെ കൽപ്പനകളുണ്ട് എന്നുള്ളത് ദൈവം പഠിപ്പിക്കുന്നു. അതൊക്കെ തന്നെ യോഹന്നാൻ പറയുന്നുണ്ട്, അവന്റെ കൽപ്പനകൾ ഭാരമുള്ളതല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് യേശുക്രിസ്തുവിന്റെ ഒരു നുകമുണ്ട് ബൈബിൾ പഠിപ്പിക്കുന്നത്. അത് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഒരു വ്യക്തിക്ക് എല്ലാ കാലവും എല്ലാ സമയവും നമുക്ക് എടുക്കാവുന്ന ഒരു നുകമാണ് കർത്താവിന്റെ കൽപ്പനകൾ. അത് ഭാരമുള്ളതല്ല. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ നമ്മളെ സഹായിക്കുന്നതാണ്. എന്നാൽ മാനുഷികമായിട്ടുള്ള നുകമുണ്ട്, മനുഷ്യന്മാരുടെ ട്രഡീഷനുണ്ട്, മാനുഷികമായിട്ടുള്ള ഉപദേശങ്ങളുണ്ട്. അതെങ്ങനത്തെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നവർക്കോ അവരുടെ മക്കൾക്കോ ചുമക്കാൻ കഴിയുന്ന നുകമല്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കും ചുമക്കാൻ കഴിയാത്ത നുകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, മാനുഷിക ട്രഡീഷൻസ്. ഞാനതുകൊണ്ടാണ് ഇതിനെ ഏറ്റവും ശക്തമായിട്ട് എതിർക്കുന്നത്. ദൈവവചനത്തോട് കൂട്ടുചേർക്കുന്ന മാനുഷിക ട്രഡീഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് കാലാതീതമല്ല, ഇല്ലെങ്കിൽ നമ്മളുടെയോ നമ്മുടെ മക്കളുടെയോ കാലത്ത് അതനുസരിക്കാൻ കഴിയുന്നതൊക്കെയല്ല. പല മാനുഷിക ട്രഡീഷൻസും പലരും പഠിപ്പിക്കുന്നത് ഒരു 10 വർഷം കഴിഞ്ഞതിന് ശേഷം അവരുടെ മക്കൾ ബ്രേക്ക് ചെയ്യാൻ പോകുന്ന നുകമാണ് അവരെടുത്ത് ശിഷ്യന്മാരുടെ മുകളിൽ വയ്ക്കുന്നത്. ഞാൻ ചില എക്സാമ്പിൾസ് മാത്രം പറയാണ്. ഈ എക്സാമ്പിൾസിലേക്ക് എനിക്ക് പോകാനായിട്ട് വലിയ ആഗ്രഹമില്ലെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. കാരണം ആ എക്സാമ്പിൾസ് മാത്രമല്ല, ഇതൊരു വലിയൊരു സബ്ജക്റ്റാണ്. വട്ടെവർ ദൈവവചനത്തിനോട് കൂട്ടുചേർക്കുന്ന ഏത് മാനുഷിക ട്രഡീഷൻസും, ഏത് സാംസ്കാരിക ട്രഡീഷൻസ്, നിങ്ങൾക്ക് സാംസ്കാരിക കാര്യങ്ങൾ പഠിപ്പിക്കാം, പക്ഷെ അത് ഉപദേശമായിട്ട് നിങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ യു ആർ പുട്ടിങ് എ യോക്ക്. നിങ്ങൾ ശിഷ്യന്മാരുടെ തലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും ചുമക്കാൻ കഴിയാത്ത നുകമാണ് വയ്ക്കുന്നത്. ഇങ്ങനെ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്.
ഒരു വ്യക്തി, ഒരു ദൈവദാസൻ, അദ്ദേഹത്തിന്റെ ആദ്യകാലങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിൽ പോകുന്നതും അമേരിക്കയിൽ പോകുന്നതും യൂറോപ്പിലൊക്കെ പോകുന്നതും ധനമോഹം കൊണ്ടാണ്. അങ്ങനെ പോകാനായിട്ട് പാടില്ല. ഇന്ത്യയിൽ തന്നെ നിൽക്കുന്നതാണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റി. ഇന്ത്യയിൽ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണ് ഇദ്ദേഹം പഠിപ്പിച്ചുകൊണ്ട്. നേരെ ഞാൻ ഇത് അദ്ദേഹത്തിന്റെ ഒരു ചർച്ചയിലുണ്ടായിരുന്ന ഈ വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാണുന്നതാണ്. ഞാൻ നേരിട്ട് അങ്ങനെ ഡയറക്റ്റ്ലി കേട്ടിട്ടുള്ളത്, എങ്കിൽ ഈ പ്രിൻസിപ്പൽ ഞാൻ കേട്ടിട്ടുണ്ട്. അന്നേരം ഇദ്ദേഹത്തിന്റെ ചർച്ചയിലുള്ള അനേക ചെറുപ്പക്കാർ പാസ്പോർട്ട് പോലും എടുത്തിട്ടില്ല, ഒരിക്കൽ പോലും പാസ്പോർട്ട് പോലും എടുത്തിട്ടില്ല. അവരുടെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്പോർട്ട് എടുക്കുന്നത് പോലും പാപമാണ്, കാരണം അത് ഗൾഫിലേക്കൊക്കെ പോകാനായിട്ടുള്ളതാണ്, അതുകൊണ്ട് അങ്ങനെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇന്നും അത് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ മക്കള് US പോയി, അവിടുത്തെ സിറ്റിസൺസിനെ കല്യാണം കഴിച്ചു, അവരവിടെ സ്ഥിരതാമസമായി. അവസാനം അദ്ദേഹവും അവിടെ പോയി സ്ഥിരതാമസമായി. ഞാൻ ഈ പറയുന്നത് അദ്ദേഹത്തിന് എതിർക്കാൻ വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ തെറ്റാണെന്ന് പറയുന്നത് പറ്റില്ല. അങ്ങനെ അതിനെല്ലാം സ്വാതന്ത്ര്യമുണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ദൈവം അയക്കുന്നിടത്തോട്ട് പോകാം, ജോലി സംബന്ധമായിട്ടാണെങ്കിൽ പോകാം, എവിടെയാണെങ്കിലും പോകാം, അവിടെ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്താണ് പ്രശ്നം? എവിടെയാണോ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ട്രഡീഷൻ, നമുക്ക് അടുത്ത തലമുറയിലേക്ക് അത് കൊണ്ടുപോകാൻ കഴിയാത്ത ട്രഡീഷൻ, പല കാര്യങ്ങളും നമ്മൾ മാനുഷികമായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ദൈവോനത്തോട്ട് ചേർക്കുന്ന നുഖങ്ങൾ, അത് മറ്റുള്ളവരുടെ മുകളിലേക്ക് വെക്കുന്ന നുഖമാണ്. ഇത് നമ്മളുടെ മക്കൾ ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ ആണ് നമ്മളിത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്, നോക്കാനായിട്ട് കഴിയുന്നത്. വേറൊരു സഹോദരൻ എൻ്റെ അടുത്ത് പറയായിരുന്നു, ഇദ്ദേഹത്തിന്റെ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ സഭയിലെ ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലളിതമായിരിക്കണം. വെള്ള വസ്ത്രവും വെള്ള ഡ്രസ്സും മാത്രമേ ധരിക്കാനായിട്ട് പാടുള്ളൂ. ഈവൻ ഒരു തലയിലുള്ള സ്കാർഫിന്റെ പോലും അവർക്ക് കൃത്യം നിയമങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് വളരെ ലളിതമായിരിക്കണം, ഹോളിൽ പോലും പോകാൻ പാടില്ല, ചെറിയ ഇതായിരിക്കണം എന്നൊക്കെ പഠിപ്പിച്ച ഒരു സഭ, അതിലെ നേതാവ്. അദ്ദേഹത്തിന്റെ മക്കളുടെ കാര്യം, കല്യാണത്തിന്റെ കാര്യം വന്നപ്പോഴേക്കും ഇദ്ദേഹം ഇതെല്ലാം കാറ്റിൽ പറത്തിയിട്ട് അത്യാഡംബരമായിട്ട് വിവാഹം നടത്തുന്നു. ഞാൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ വിവാഹം നടത്തണം എന്നുള്ളത് എൻ്റെ വിഷയമല്ല. പക്ഷേ ചില കാര്യങ്ങൾ, ചില നുഖങ്ങൾ അവർക്കും അവരുടെ മക്കൾക്കും ചുമക്കാൻ കഴിയാത്ത നുഖങ്ങൾ മനുഷ്യരുടെ മുകളിലേക്ക് എടുത്തു വെക്കുകയാണ്. ഇതാണ് ട്രഡീഷൻസ്. ഇത് ഡയറക്റ്റ്ലി ഇവിടെ പറഞ്ഞിരിക്കുന്നതുമായിട്ട് നമുക്ക് ആപ്ലിക്കബിൾ ആയിരിക്കത്തില്ല. അന്നത്തെ ഈ പറഞ്ഞിരിക്കുന്ന പരിച്ഛേദന നമുക്കിന്ന് ഇല്ല. പക്ഷെ വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ പറയട്ടെ, യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും ഇതിനെ എതിർത്തിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു ശിഷ്യന്മാരുടെ കൈ കഴുകുന്നതിനെ പറ്റിയുള്ള കാര്യം വന്നപ്പോൾ യേശുക്രിസ്തു ശക്തമായിട്ട് പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യങ്ങൾ, ദൈവകൽപ്പനകളെ ദുർബലമാക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ ഒരു നുഖമുണ്ട്, കർത്താവിന്റെ ഒരു നുഖമുണ്ട്, അതിന്റെ കൂട്ടത്തിൽ വേറൊരു നുഖം കൂടി നിങ്ങൾ വെക്കുകയാണ്. പരീശന്മാരത്തെ യേശുക്രിസ്തു പറയാണ്, നിങ്ങൾ വലിയ ചുമടെടുത്തിട്ട് മനുഷ്യരുടെ തലയിലേക്ക് വെക്കുകയാണ്, അത് ഞാൻ വെച്ചിരിക്കുന്ന പോലെ, എന്നിട്ട് അത് നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങൾ അത് തുറത്തില്ല, നിങ്ങളും നിങ്ങളുടെ മക്കളും അത് ബ്രേക്ക് ചെയ്യും. പക്ഷേ യു ആർ പുട്ടിങ് എ ട്രഡീഷൻ, നിങ്ങളൊരു നുഖം എടുത്ത് വെക്കണം. ഞാൻ പറയട്ടെ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ദൈവവചനത്തിന്റെ അതിരിനുള്ളിൽ നിൽക്കാനായിട്ട് നമ്മൾ പഠിക്കണം. ദൈവവചനം എല്ലാ കാലത്തും എല്ലാ സമയത്തും നമുക്ക് അനുസരിക്കാൻ കഴിയുന്നതാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്. പക്ഷെ അതിനോട് കൂട്ടുന്ന ട്രഡീഷൻസ്, അത് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും അനുസരിക്കാൻ കഴിയാത്തതാണ്. പലരും ഈ പ്രസംഗിക്കുന്ന പല കാര്യങ്ങളും പിന്നീട് അവർ മാറ്റി പറയുകയും മാറ്റി ചെയ്യുകയും ചെയ്യുന്നത് ആൾക്കാർ ഓർത്തിരിക്കാത്തതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു പോകണം. ഓക്കെ, ഇനി ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അന്നേരം ഞാൻ പറഞ്ഞത്, പൗലോസ് അതിശക്തമായിട്ട് അതിനെപ്പറ്റി എതിർക്കുകയാണ്. അതിനെപ്പറ്റി എതിർത്ത് പത്രോസും അതിനെ എതിർത്ത് അങ്ങനെ ആ ഒരു ട്രഡീഷൻ അവരിലേക്ക് വരുന്നില്ല. എന്നിട്ട് അപ്പോസ്തലന്മാർ തന്നെ അതിനൊരു ലെറ്റർ അയക്കുകയാണ്, ഞങ്ങളുടെ ടീച്ചിങ് ഇതല്ല, ഞങ്ങൾ ഈ ന്യായപ്രമാണം ഇതിനോട് കൂട്ടിച്ചേർക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ലെറ്റർ പൗലോസിന്റെയും ബർദാമാസിന്റെയും കൈ കൊടുത്തിട്ട് അന്ത്യോക്യ സഭയിലേക്ക് തിരിച്ചു വിടുന്നു. എന്നിട്ട് അവര് അന്ത്യോക്യയിൽ ചെല്ലുന്നു. അതിന്റെ 15-ാമത്തെ അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം, ഇങ്ങനെ അവർ വിടവാങ്ങി അന്ത്യോക്യയിൽ ചെന്നു, ജനസമൂഹത്തെ കൂട്ടി വരുത്തി ലേഖനം വായിച്ചു. അവർ ആശ്വാസവചനം പ്രാപിച്ചു. യൂദയും ശീലോസും പ്രവാചകന്മാരാകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ചു ഉറപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, സബ്ജക്ട് മാറുന്നതുകൊണ്ട്. ഇവിടെ പ്രവാചകന്മാരാണ് യൂദയും ശീലാസും. അവരെന്താണ് ചെയ്തത്? പ്രവാചകന്മാർ ഭാവി പ്രവചിക്കുകയല്ല അവിടെ ചെയ്യുന്നു. ഭാവിയും ചിലപ്പോൾ പറഞ്ഞേക്കാം, അത് പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ പ്രവചനത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ വചനങ്ങളാൽ, പ്രവാചകന്മാരുകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ചിട്ട് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഉപദേശം. എന്നാൽ പൗലോസും ബർന്നബാസും അന്ത്യോക്യയിൽ പാർത്തു, മറ്റു പലരോടും കൂടി കർത്താവിന്റെ വചനം ഉപദേശിച്ചും സുവിശേഷിച്ചും കൊണ്ടിരുന്നു. അന്നേരം വീണ്ടും ഇവർ അന്ത്യോക്യ സഭയിലേക്ക് തിരിച്ചു വരുന്നു. അന്ത്യോക്യ സഭയിൽ അവർ നിൽക്കുന്നു. അവർ ആ സഭയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. അന്നേരം പൗലോസിന് വീണ്ടും ഒരു ആഗ്രഹം തോന്നുകയാണ്. ഈ പൗലോസ് സ്ഥാപിച്ച സഭകളുണ്ട്,
ആ സഭകളെ അങ്ങനെ വിട്ടിട്ട് പോകാനായിട്ട് കഴിയത്തില്ല. വീണ്ടും അവരെ പോയിട്ട് അവർ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കണം. ഇതാണ് ഒരു അപ്പോസ്തലന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സഭ ഉണ്ടാക്കിയതിനു ശേഷം അത് വിട്ടിട്ട് പോകുകയില്ല. അവർ മൂപ്പന്മാരെ ഏൽപ്പിച്ചാണെങ്കിൽ അവരെ പറ്റിയുള്ള ബർഡൻ ഇവർക്കുണ്ട്. അന്നേരം പറയാണ് അവർ കുറെ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർന്നബാസിനോട്, നാം കർത്താവിന്റെ വചനം അറിയിച്ച പട്ടണം പോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെയായിരിക്കുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. അവർക്കാണ് പൗലോസ് ലെറ്റർ അയക്കുന്നത്. അന്നേരം ഇവിടെ ഒരു തർക്കമൊക്കെ ഉണ്ടാകുന്നു. അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. അന്നേരം മർക്കോസിനെ കൊണ്ടുപോകാനായിട്ട് ബർന്നബാസ് ഇച്ഛിക്കുന്നു. എന്നാൽ പൗലോസ് അതിനെ എതിർക്കുന്നു. അങ്ങനെ പൗലോസ് ശീലാസിനെ തിരഞ്ഞെടുത്തുകൊണ്ട് സഹോദരന്മാർ കർത്താവിൽ ഭരമേൽപ്പിച്ച് പൗലോസ് അടുത്ത യാത്ര തുടങ്ങാണ്. സിറിയ കിലിക്കിയ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് പൗലോസ് സഞ്ചരിച്ച സഭകളെ ഉറപ്പിച്ചു പോകുന്നു. എന്നിട്ട് തിമോത്തിയോസ് പൗലോസിന്റെ കൂടെ ചേരുന്നു. പൗലോസ് മാസിഡോണിയ പ്രദേശങ്ങളിലേക്ക് പോകണം, മക്കദോനിയ പ്രദേശങ്ങളിലേക്ക്. അവിടെയാണ് പൗലോസ് അടുത്ത സഭകൾ സ്ഥാപിക്കുന്നത്. ഫിലിപ്പിയ സഭ, തെസ്സലോനിക്ക സഭ, കോരിന്ത്യ സഭ എന്ന സഭകൾ സ്ഥാപിക്കുന്ന അവിടെയാണ്. അതിന്റെ ഒരു ഹിസ്റ്ററിയാണ് നമ്മൾ 15, 16, 17 വാക്യങ്ങളിലൊക്കെ അധ്യായങ്ങളിലേക്കാണ്. ഞാൻ പെട്ടെന്ന് സഭകൾ എങ്ങനെയാണ് സ്ഥാപിച്ചതെന്നുള്ളത് പറഞ്ഞോളൂ. പൗലോസ് വീണ്ടും പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് ചിലടത്ത് പോകരുതെന്ന് വിലക്കുകയാണ്. 6-ാമത്തെ വാക്യം അപ്പോസ്തല പ്രവൃത്തി 16:6 പറയാണ്, അവർ ആസിയയിൽ വചനം പ്രസംഗിച്ചിരുന്നു, പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ പൗലോസ് വേറെ സ്ഥലത്തേക്ക്. എന്നിട്ട് പൗലോസ് പോകുന്നിടത്ത് ചിലത്ത് പൗലോസ് പരിശുദ്ധാത്മാവ് വിലക്കുന്നുണ്ട്, ചിലയിടത്ത് അനുവദിക്കുന്നുണ്ട്. അങ്ങനെ മുമ്പോട്ട് പോയിട്ട് മക്കദോനിയയിലേക്ക് ചെല്ലണമെന്നുള്ളൊരു വെളിപാട് കിട്ടുകയാണ്. അവിടെ രാത്രി മക്കദോനിയക്കാരൻ്റെ പുരുഷനെ എടുക്കുന്നു, നീ മക്കദോനിയയ്ക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുമെന്ന് അപേക്ഷിക്കുന്ന ഒരു ദർശനം കണ്ടു. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിക്കാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു നിശ്ചയിച്ച് അവർ മക്കദോനിയയിലേക്ക് പോകും. അന്നേരം മാസിഡോണിയ പ്രദേശങ്ങളിലേക്ക് പൗലോസിന്റെ യാത്ര എവിടെയാണ്. ഇവിടെയാണ് പൗലോസ് വേറെ ചില സഭകൾ സ്ഥാപിക്കുന്നത്. അവിടെ ലുധിയായുടെ മാനസാന്തരം കാണുന്നു. അന്നേരം ലുധിയായുടെ ഭവനത്തിൽ ആദ്യത്തെ സഭ, ഫിലിപ്പിയ സഭ, അവിടെ രൂപം കൊള്ളുകയാണ്. അങ്ങനെ 15-ാമത്തെ വാക്യം, അവരും കുടുംബവും സ്നാനമേറ്റു, നിങ്ങൾ കർത്താവിൽ വിശ്വസ്തയെ നിയമിക്കാൻ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പിക്കുന്നു, അവിടെ നിർബന്ധിച്ചു. അങ്ങനെ ലുധിയായുടെ സഭ വീട്ടിൽ ഫിലിപ്പിയ ചർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ അനേകർ രക്ഷിക്കപ്പെടുന്നു. അതിനുശേഷം കാരാഗ്രഹപ്രമാണി രക്ഷിക്കപ്പെടുന്നു. അവരും ലുധിയയുടെ ഭവനത്തിലെ സഭയിലേക്ക് വരുന്നു. അങ്ങനെ അവർ തടവ് വിട്ട് ലുധിയയുടെ വീട്ടിൽ ചെന്ന് സഹോദരന്മാരെ കണ്ട് ആശ്വസിച്ച ശേഷം പുറപ്പെട്ടു. അന്നേരം ഫിലിപ്പിയ സഭയുടെ സ്ഥാപനം നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 16-ാമത്തെ അധ്യായത്തിലാണ് കാണുന്നത്. ഫിലിപ്പിയയിൽ നിന്ന് പൗലോസ് തെസ്സലോനിക്കയിലേക്ക് പോകുന്നു. അവൻ 17-ാമത്തെ അധ്യായം അവിടെ അംഫില്ലയിലും അപ്പോലോയിലും കിടക്കുന്നത്. തെസ്സലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാരുടെ പള്ളി ഉണ്ടായിരുന്നു. വീണ്ടും പൗലോസിന് ഞാൻ സ്ട്രാറ്റജി പറഞ്ഞു. പൗലോസ് എപ്പോഴും യഹൂദന്മാരോട് സംസാരിക്കുകയും യഹൂദന്മാർ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ കർത്താവിലേക്ക് ചേർക്കുകയും റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ജാതികളിലേക്ക് പോവുകയും, അങ്ങനെയാണ് പൗലോസിന്റെ സ്ട്രാറ്റജി പോകുന്നത്. അന്നേരം അവിടെയും ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് എന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ഈ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു കൊണ്ടേയിരുന്നു. യേശു എന്നുള്ളത് ക്രിസ്തുവാണ്, മശിഹായാണെന്നുള്ളത് യഹൂദന്മാരിലാണ് തെളിയിക്കുന്നത്. അങ്ങനെ അനേക ആൾക്കാർ രക്ഷിക്കപ്പെടുന്നു. ഭക്തിയുള്ള യവനന്മാരിൽ വലിയൊരു കൂട്ടവും മാന്യസ്ത്രീകളിൽ അനേകരും വിശ്വസിച്ചു. പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. അങ്ങനെ തെസ്സലോനിക്ക സഭ സ്ഥാപിക്കപ്പെടുന്നു. തെസ്സലോനിക്ക സഭയിൽ നിന്ന് പൗലോസ് വീണ്ടും ബെരോവയിലേക്ക് പോകുന്നു. ബെരോവയിലും സുവിശേഷം അറിയിക്കുന്നു. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവിടെ ബെരോവയിലുള്ളവരെ പറ്റി പറയാണ്, അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോട് കൈക്കൊണ്ടതല്ലാതെ അങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകളെ പരിശോധിച്ചും പോകുന്നു. ഇവിടെ ഇവർ ഉത്തമന്മാരായിരുന്നു. ദേവർ ബെറ്റർ. ആ തെസ്സലോനിക്ക സഭയിലുള്ള ആൾക്കാരെക്കാൾ ഇവർ ബെറ്റർ ആണെന്ന് പൗലോസിന്റെ അഭിപ്രായമാണ്. ഇല്ലെങ്കിൽ പൗലോസിന്റെ കൂടെ ഉണ്ടായിരുന്ന ലൂക്കോസിന്റെ അഭിപ്രായമാണ്. എങ്ങനെയാണ് ഇവർ ബെറ്റർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്? അവർ പരിശോധിച്ചു എന്നുള്ളതാണ്. ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്, നമ്മൾ പ്രസംഗിക്കുന്ന കാര്യം തിരുവഴുത്തിൽ നിന്നാണെങ്കിൽ, ദൈവവചനത്തിൽ നിന്നാണെങ്കിൽ ആർക്കും നമ്മളെ പരിശോധിക്കാനായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം കൊടുക്കാം. നമ്മൾ പഠിപ്പിക്കുന്ന കുറെ ട്രഡീഷൻസും നമ്മൾ കുറെ മാനുഷിക പാരമ്പര്യങ്ങളും ലീഗലിസവും പഠിപ്പിക്കുകയാണെങ്കിൽ ആൾക്കാർ നമ്മളെ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് കഴിയത്തില്ല. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത്, ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് അനേക ചെറുപ്പക്കാർ ദൈവസഭകളിൽ നിന്ന് പിന്മാറിപ്പോകുന്നതിന്റെ കാര്യം, അവർ നിരീശ്വരവാദത്തിലേക്ക് പോകുന്നതിന്റെ കാര്യം, ഇവരുടെ ചോദ്യങ്ങൾക്ക് ദൈവവചനത്തിൽ നിന്ന് അഡ്രസ്സ് ചെയ്യാനായിട്ട് ആൾക്കാരില്ല. കാരണം ദൈവവചനം പഠിപ്പിക്കുന്ന ആൾക്കാരില്ല. ദൈവവചനം പരിശോധിക്കാനായിട്ട് ആൾക്കാരെ അനുവദിക്കുകയും ആ ഒരു ഡിസ്കഷനിലേക്ക് പോവുകയും ചോദ്യം ചോദിക്കാനായിട്ട് അനുവദിക്കുകയും ചെയ്യുന്ന കാര്യം, കുറെ പ്രസംഗങ്ങൾ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. ആ പ്രസംഗങ്ങൾ കേട്ടിട്ട് അപ്പച്ചന്മാരുടെ പാരമ്പര്യങ്ങളും ഇങ്ങനത്തെ പാരമ്പര്യങ്ങളും കേട്ട് ചോദ്യം ചെയ്യാതെ യെസ് പറഞ്ഞിട്ട് പോകുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് അത് നടക്കുകയില്ല. കാരണം ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള വേറെ സോഴ്സസ് ഉണ്ട്. നിങ്ങൾ ദൈവവചനം യഥാർത്ഥ രീതിയിൽ പഠിപ്പിക്കുന്നില്ലെങ്കിൽ, തിരുത്തുവഴുത്തുകൾ യഥാർത്ഥ രീതിയിൽ പഠിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വ്യക്തിക്കും കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഞാൻ നിങ്ങളെന്ന് പറഞ്ഞിരിക്കും ജനറലി പറയാം.
ദൈവവചനം പഠിപ്പിക്കുന്ന വ്യക്തികളെ പറ്റി പറയാം. അതിനും അവര് ബെരോവയിലുള്ളവരെ പറ്റി പറഞ്ഞു കേൾക്കുകയാണ്. അവർ തിരുവെഴുത്തുകൾ വെച്ച് പരിശോധിച്ചു, ഈ പൗലോസ് പറയുന്നത് ശരിയാണോ, ഈ ബർന്നബാസ് പറയുന്നത് ശരിയാണോ, ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്നുള്ളത്, ഇവര് ശീലാസ് പഠിപ്പിക്കുന്നത് ശരിയാണോ എന്നുള്ളത് പരിശോധിച്ചുകൊണ്ടിരുന്നു. ഇവർ നല്ലവരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ബെരോവയിൽ സഭ ഉണ്ടാകുന്നു. അതിനുശേഷം പൗലോസ് അഥേനയിലേക്ക് പോകുന്നു. അഥേന അരോബിയ കുന്നിൽ പൗലോസിന്റെ പ്രസംഗമാണ് കാണുന്നത്. അതിനുശേഷം പൗലോസ് കൊരിന്ത്യയിലേക്ക് പോകുന്നു. 18ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കൊരിന്ത്യയിലേക്ക് പോകുന്നു. അന്നേരം അവൻ അഥേന വിട്ട് കൊരിന്ത്യയിൽ ചെന്നു. കൊരിന്ത്യയിൽ ചെല്ലുമ്പോൾ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളത്, ഞാൻ ഫാസ്റ്റ് ആയിട്ടാണോ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് പിന്നീട് പരിശോധിച്ച് നോക്കാം, കുറച്ചുകൂടി മനസ്സിലാവും. അന്നേരം കൊരിന്ത്യയിൽ ചെല്ലുമ്പോൾ കൊരിന്ത്യയിലേക്ക് റോമിൽ നിന്ന് 2 പേര് വരികയാണ്. അവിടെ ഇറ്റലിയിൽ നിന്ന് അവിടേക്ക് വന്നിട്ടുള്ളതായ പെന്തക്കോസ്തുകാരൻ അക്വിലാസ് എന്ന പേരുള്ള യഹൂദിനെ, അവന്റെ ഭാര്യ പെന്തോസ്കാരൻ അക്വിലാസ് എന്ന പേരുള്ള യഹൂദിനെ, അവന്റെ ഭാര്യ പ്രിസ്കില്ലയും കണ്ട് അവരുടെ അടുക്കൽ വന്നു. തൊഴിലൊന്നായതുകൊണ്ട് അവനോട് കൂടെ പാർത്തു, വേല ചെയ്ത് തൊഴിൽ കൂടായ്പണിയായിരുന്നു. അന്നേരം ഒരു കാര്യം ഇതിന്റെ ഇടയ്ക്ക് മനസ്സിലാക്കണം, പൗലോസ് ഈ ചെല്ലുന്നിടത്തെല്ലാം സ്വന്തം കൈകൊണ്ട് വേല ചെയ്തിട്ടാണ് ശുശ്രൂഷ ചെയ്യുന്നത്, ഈ പറഞ്ഞ സഭകളിലെല്ലാം. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, അതൊരു വേറൊരു സബ്ജക്റ്റാണ്. അപ്പോസ്തലൻ എന്ന നിലയിൽ പൗലോസിന് അന്ത്യോക്യ സഭയുടെ സപ്പോർട്ടിൽ നിൽക്കാമായിരുന്നു, ഇല്ലെങ്കിൽ പൗലോസ് സ്ഥാപിക്കുന്ന സഭകളുടെ സപ്പോർട്ടിൽ നിൽക്കാമായിരുന്നു. എന്നാൽ പൗലോസ് ഇവിടെ എല്ലാം സ്വന്തം കൈകൊണ്ട് വേല ചെയ്തുകൊണ്ടാണ് സുവിശേഷ വേല ചെയ്യുന്നത്. ഇതാണ് അപ്പോസ്തലന്മാര് കാണിച്ചു കൊടുത്ത ദൈവസഭയുടെ മൂപ്പന്മാർക്ക് പ്രാക്ടിക്കലി കാണിച്ചു കൊടുത്ത മാതൃക. അത് മുമ്പോട്ട് പോകുമ്പോൾ എഫേസ്യ സഭയെടുത്ത് പറയുമ്പോൾ പൗലോസ് വിശദീകരിക്കുന്നുണ്ട്, ലേഖനങ്ങളിൽ അത് വിശദീകരിക്കുന്നു. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഏതായാലും ഞാൻ പറഞ്ഞിട്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ദൈവം അയക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് സഭയിൽ നിന്ന് അയക്കപ്പെട്ടിട്ട് പോകാം, ഇല്ലെങ്കിൽ ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോകാം. പക്ഷെ ഇവരുടെ എല്ലാം ഉള്ളിൽ ദൈവത്തിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ, യഥാർത്ഥ സുവിശേഷത്താൽ ഗ്രിപ്ഡ് ആയിരിക്കുന്ന വ്യക്തികൾ എവിടെ ചെന്നാലും അവർ ദൈവത്താൽ പ്രയോജനപ്പെടും. അല്ലാത്ത വ്യക്തികൾ എവിടെ ചെന്നിട്ടും കാര്യമില്ല. ഞാൻ പറഞ്ഞിട്ട് അവർ ഇന്ത്യയിൽ തന്നെ നിന്നിട്ടും കാര്യമില്ല, അവർ ആ സഭയിൽ തന്നെ നിന്നിട്ടും കാര്യമില്ല, എവിടോട്ടും പോയിട്ടും കാര്യമില്ല. എവിടെ ചെന്ന് കഴിഞ്ഞാലും ദേ വിൽ ബി പാർട്ട് ഓഫ് ദാറ്റ് സൊസൈറ്റി. ആ സൊസൈറ്റിയിലായിരിക്കും ഞങ്ങൾ ചെയ്യും. അവരെ പറ്റി പിന്നെ നമുക്ക് കേൾക്കുകയില്ല. എന്നാൽ ഇവിടെ അക്വിലയും പ്രിസ്കിലിനെ പറ്റി പറഞ്ഞപ്പോൾ പറയുകയാണ്, അവർ റോമാസഭയിലെ അംഗങ്ങളായിരുന്നു. അവർ കൊരിന്ത്യയിലേക്ക് വന്നു. കൊരിന്ത്യയിൽ വന്നപ്പോൾ പൗലോസിനെ കണ്ടു. അവിടെ വെച്ചിട്ട് അവർ ഒരുമിച്ച് കൂടാരപ്പണി ചെയ്യുന്നു. അവിടെ പൗലോസ് സുവിശേഷം പ്രസംഗിക്കുന്നു. അവിടെ പൗലോസ് കുറച്ച് വർഷങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് നാൾ, 1 വർഷത്തിൽ കൂടുതൽ നിന്നു എന്നാണ് കാണുന്നത്. അവിടെ 7ാമത്തെ വാക്യത്തിൽ അവൻ അവിടെ വിട്ട് തീത്തോസ് യുസ്തോസ് എന്ന് പറഞ്ഞ ദൈവഭക്തന്റെ വീട്ടിൽ ചെന്നു. അവന്റെ വീട് പള്ളിയോട് ചേർന്നിരുന്നു. പള്ളിപ്രമേയായ ക്രിസ്തോസ് തന്റെ കുടുംബത്തോടുകൂടി കർത്താവ് വിശ്വസിച്ചു. കൊരിന്ത്യർ അനേകർ വിശ്വസിച്ച് സ്നാനമേറ്റു. അന്നേരം അവിടെ പൗലോസ് കുറച്ച് സമയം നിൽക്കുന്നുണ്ട്. കാരണം ദൈവം പൗലോസിന്റെ അടുത്ത് അവിടെ പറയാണ്, നൗ യു സ്റ്റേ ഹിയർ. ഇതുവരെയും പൗലോസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, അയക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പൗലോസിന് പറയാണ്, ഭയപ്പെടാതെ പ്രസംഗിക്കുക. രാത്രിയിൽ പൗലോസ് കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കൈയേറ്റം ചെയ്യല്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ അവൻ 1 ആണ്ടും 6 മാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു. അങ്ങനെ പൗലോസ് അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് അവിടെ സഭ സ്ഥാപിക്കുകയാണ്. എന്നൊരു കൊരിന്ത്യ സഭ സ്ഥാപിക്കുകയാണ്. ഈ 3 സഭയ്ക്കും പൗലോസ് ലേഖനം എഴുതുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആദ്യത്തെ ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുന്നുണ്ട്, തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനമുണ്ട്, കൊരിന്ത്യ ലേഖനമുണ്ട്. അത് പിന്നീടാണ് എഴുതുന്നത്. ഇന്നേരം ഇവരെ പൗലോസ് സഭയെ ഉറപ്പിക്കുന്നു, എൽഡേഴ്സിനെ ഏൽപ്പിക്കുന്നു, അവരെ ലെറ്റർ അയക്കുന്നു, അവരെ വചനത്തിൽ ഉറപ്പിച്ചുകൊണ്ട്. ഇതാണ് അപ്പോസ്തലന്മാരുടെ ഒരു രീതി എന്ന് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും പൗലോസിന് ശേഷം അവിടെ സ്ഥിരതാമസം, അവിടെ അങ്ങ് നിന്ന് അവിടെ അവിടുത്തെ ഒരു സ്ഥിരം പാസ്റ്ററായിട്ട് അവിടെ നിൽക്കുകയല്ല. പൗലോസിനെ ദൈവം അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. അന്നേരം അവര് വീണ്ടും പൗലോസ് ഒരു 1.5 വർഷമൊക്കെ അവിടെ നിൽക്കുമ്പോഴേക്കും പൗലോസിനെ അവിടെ നിൽക്കാനായിട്ട് അവർ നിർബന്ധിക്കുന്നുണ്ട്. കൂടെ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചിട്ട് അവൻ സമ്മതിക്കാതെ, ദൈവഹിതം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരും എന്ന് പറഞ്ഞ് വിട വാങ്ങി എഫോസിസിൽ നിന്ന് കപ്പൽ നീക്കി കൊരിന്ത്യയിൽ വന്നിറങ്ങി യെരുശലേമിൽ ചെന്ന് സഭയെ വന്ദനം ചെയ്തിട്ട് വീണ്ടും പൗലോസ് അന്ത്യോക്യ സഭയിലേക്ക്, പൗലോസിന്റെ മാതൃസഭയിലേക്ക് പോവുകയാണ്. ഇത് പൗലോസിന്റെ സെക്കൻഡ് മിഷണറി. ഞാൻ പറഞ്ഞ ആദ്യത്തെ മിഷണറി യാത്ര ഗലാത്യ പ്രദേശങ്ങളിലായിരുന്നു. അവിടെ സഭകൾ സ്ഥാപിച്ചു, മൂപ്പന്മാരെ ഏൽപ്പിച്ചു. ആ സഭയിൽ അവിടെ നിർത്തിവെച്ചതിന് ശേഷം പൗലോസ് അന്ത്യോക്യയിലേക്ക് വരുന്നു. 2ാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് പല സഭകൾ സ്ഥാപിക്കുന്നു. ഫിലിപ്പിയ സഭ സ്ഥാപിക്കുന്നു, തെസ്സലോനിക്ക സഭ സ്ഥാപിക്കുന്നു, ബെരോവയിൽ സഭ സ്ഥാപിക്കുന്നു, കൊരിന്ത്യയിൽ സഭ സ്ഥാപിക്കുന്നു. കൊരിന്ത്യയിൽ കുറെ വർഷങ്ങൾ അല്ലെങ്കിൽ കുറച്ച് നാളുകൾ അവിടെ നിന്നതിന് ശേഷം പൗലോസ് വീണ്ടും പോവുകയാണ്. പൗലോസിന്റെ 3ാമത്തെ മിഷണറി യാത്രയാണ് നമ്മൾ അതിന്റെ 23ാമത്തെ അധ്യായം മുതൽ നമ്മൾ മുമ്പോട്ട് കാണുന്നു. അന്നേരം ഇവിടെ ഈ പൗലോസ് ഇവിടെ വെച്ചിട്ട് തെസ്സലോനിക്കനും കൊരിന്ത്യനും ഒക്കെ ലേഖനം എഴുതുന്നത് അവിടെ വെച്ചിട്ടാണ് നമുക്ക് കാണാനായിട്ട്. വീണ്ടും പൗലോസ് മക്കദോന്യ പ്രദേശങ്ങളിൽ കൂടി, മാസിഡോണിയൻ പ്രദേശങ്ങളിൽ കൂടി സഞ്ചരിക്കുകയാണ്.
അവിടെ ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അവിടെ അപ്പൊല്ലോസിന് ഈ പറഞ്ഞിരിക്കുന്ന അക്വിലായും പ്രിസ്കില്ലായും കാണുന്നു, സഭയിലേക്ക് കൂട്ടിവരുന്നു, അപ്പൊല്ലോസിനെ ദൈവവചനത്തിൽ ഉറപ്പിക്കുന്നു. പൗലോസ് എഫെസോസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരുന്നു. അവിടെയും സുവിശേഷം പ്രസംഗിക്കുകയും അനേക ആൾക്കാർ കർത്താവിങ്കിലേക്ക് തിരികുകയും ചെയ്യുന്നു. അവിടെ പൗലോസ് കൊരിന്ത്യയിൽ താമസിച്ചതിനേക്കാൾ കൂടുതൽ സമയം താമസിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഏകദേശം 3 വർഷത്തോളം അവിടെ പൗലോസ് നിന്ന് അവിടെ സഭ സ്ഥാപിച്ചു, അവരെ പഠിപ്പിച്ചു എന്ന് കാണാനായിട്ട്. ഇതൊക്കെ ദൈവത്തിന്റെ ലീഡിങ് അനുസരിച്ചിട്ടാണ്. ചില സ്ഥലങ്ങളിൽ കുറച്ച് സമയമേ നിൽക്കുന്നുള്ളൂ, ചില സമയങ്ങളിൽ കൂടുതൽ സമയം നിൽക്കുന്നു. അവൻ മുമ്പോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുന്ന എഫേസ്യ പൗലോസ് എഫെസോസ് ചെല്ലുന്നു. അങ്ങനെ ആൾക്കാർ വരുന്നു. അവൻ പള്ളിയിൽ ചെന്ന് 8-ാമത്തെ വാക്യം, അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സമ്മതിപ്പിച്ചുകൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ സംസാരിച്ചു. ഈ പള്ളി എന്ന് പറഞ്ഞാൽ സിനഗോഗാണ്, യഹൂദ സിനഗോഗ് എന്നുള്ളതാണ് അർത്ഥം. എന്നാൽ ചിലർ കഠിനപ്പെട്ട് ഈ അനുസരിക്കാതെ പുരുഷാരത്തിന് ഉപാഗീത മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ച് തൊർന്നോസിന്റെ പാഠശാലയിൽ ദിനം പ്രതി സമ്പാദിച്ചു വന്നു. അത് 2 സംവത്സരത്തോളം നടക്കിയാൽ ആസിയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾക്കാനിടയായി തീർന്നു. അങ്ങനെ അത്ഭുതകരമായിട്ടുള്ള സംഭവങ്ങൾ പൗലോസിന്റെ കൈകൾ കൂടി നടക്കുന്നു. അങ്ങനെ എഫേസ്യ എന്ന് പറഞ്ഞ സ്ഥലത്തും ഒരു വലിയൊരു ഒരു സഭയുണ്ടാകുന്നു. ആ സഭയിൽ പൗലോസ് 3 വർഷത്തോളം നിന്ന് അവരെ പഠിപ്പിക്കുന്നു. ഈ എഫേസ്യ സഭയുടെ മൂപ്പന്മാരത്താണ് പൗലോസ് വലിയൊരു നീണ്ടൊരു പ്രസംഗം നടത്തുന്നത്. ഞാൻ അതിലേക്ക് പോകാനായിട്ട് എനിക്ക് ഇന്ന് ടൈം ഉണ്ടെന്ന് തോന്നുന്നില്ല, അടുത്ത ദിവസങ്ങളിലേക്ക് പോകുമ്പോഴേക്ക് പോകാം. എന്നിട്ട് പൗലോസ് എഫേസ്യയിൽ വെച്ചിട്ടൊരു പ്രശ്നം ഉണ്ടാകുന്നു. അവിടെ വെച്ചിട്ട് നമുക്കറിയാം, അവിടെ വെച്ച് ആർതെമീസ് ദേവിയുടെ ക്ഷേത്രത്തിനെ പറ്റിയും അങ്ങനത്തെ കാര്യങ്ങളുമായിട്ടുള്ള പ്രശ്നമുണ്ടായിട്ട് പൗലോസ് അവിടെ നിന്ന് മുമ്പോട്ട് പോകുന്നു. പൗലോസ് മക്കദോനിയയിലേക്കും ഗ്രീസിലേക്കും പോകുന്നു, ത്രോവാസിലോട്ട് പോകുന്നു, മിലത്തോസിലോട്ട് പോകുന്നു. മിലത്തോസിൽ നിന്ന് പൗലോസിന് ആക്ച്വലി ജെറുസലേമിലേക്ക് പോകണം. ഇതാണ് പൗലോസിന്റെ ആഗ്രഹം, ജെറുസലേമിലേക്ക് അവിടെ നിന്ന് പൗലോസിന് ജെറുസലേമിലേക്കും ജെറുസലേമിൽ നിന്ന് റോമിലേക്കും പോകണം. ഇതാണ് പൗലോസിന്റെ ഒരു പ്ലാൻ. അന്നേരം മിലത്തോസിൽ ചെന്നിട്ട് പൗലോസ് മൂപ്പന്മാരെ, എഫേസ്യ സഭയിലെ മൂപ്പന്മാരെ വിളിക്കുകയാണ്. കാരണം പൗലോസ് ഏറ്റവും കൂടുതൽ ശുശ്രൂഷ ചെയ്ത സഭ എന്ന് പറയുന്നത് എഫെസോസ് സഭയാണ്. ആ സഭയിലെ മൂപ്പന്മാരെ വിട്ടിട്ട് പൗലോസ് ആ ഒരു പ്രദേശം വിട്ടിട്ട് എന്നേക്കുമായിട്ട് പോകണം. പൗലോസ് പിന്നീട് തിരിച്ചു വരുന്നില്ല എഫെസ്യ സഭയിലേക്ക്. അവർക്ക് ലേഖനം എഴുതുന്നുണ്ടെങ്കിൽ പോലും. അന്നേരം അവിടെ പൗലോസ് ഒരു നീണ്ട ഒരു പ്രസംഗം പൗലോസ് അവരത്ത് നടത്തുന്നുണ്ട്. ഈ പ്രസംഗം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ദൈവസഭയുടെ ലീഡേഴ്സ് ദൈവത്തിന്റെ വഴിയിൽ ദൈവസഭ എങ്ങനെ ബിൽഡ് ചെയ്യണമെന്നുള്ളതിന്റെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനാണ്. ഞാനത് അതിന്റെ വളരെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ നമ്മൾ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 പോയിന്റോളം പൗലോസ് ഈ ഒറ്റ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഇതെല്ലാം ദൈവത്തിന്റെ വഴിയിൽ ദൈവസഭ എങ്ങനെ ബിൽഡ് ചെയ്യണമെന്നുള്ള ഒരു മാസ്റ്റർ ബിൽഡറുടെ മനസ്സിലുള്ള കാര്യം പറയാണ്. ഞാൻ പറഞ്ഞു ബാക്കിയെല്ലാം പൗലോസ് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ ഇത് പൗലോസിന്റെ ഹൃദയം ഇവരുടെ പറയാണ്. ഇതാണ് ലേഖനങ്ങളിൽ കൂടി പൗലോസ് ദൈവത്തിന്റെ വഴികൾ എന്ന രീതിയിൽ വിശദീകരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് പറയുകയാണ്, ഞാൻ വേണമെങ്കിൽ അടുത്ത ആഴ്ചയിലേക്ക് ഇതും ലേഖനങ്ങളുടെ കാര്യങ്ങളിലേക്കും പോയി വിശദീകരിക്കാം. പൗലോസ് ഇവരെ വിളിച്ചിട്ട് പറയാണ് ചില കാര്യങ്ങൾ, പെട്ടെന്ന് അതിന്റെ പോയിന്റ് മാത്രം പറയാണ്. പൗലോസ് പറയാണ് ഞാൻ 3 വർഷം നിങ്ങളുടെ ഇടയിലായിരുന്നു, നിങ്ങൾ എൻ്റെ ജീവിതം കണ്ടതാണ്, എങ്ങനെയാണ് ഞാൻ ശുശ്രൂഷിച്ചെന്ന് പറഞ്ഞാണ്. അതിന്റെ പൗലോസിന് അത്ര ബോൾഡ്നെസ്സോട് പറയാണ് ഞാൻ ആസിയിൽ നിന്ന് വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും കൂടെ നിങ്ങളുടെ കൂടെ എങ്ങനെ ഇരുന്നു എന്നും വളരെ താഴ്മയോടും കണ്ണീരോടും കൂടെ യഹൂദന്മാരുടെ കൂട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടുകൂടെ കർത്താവിനെ സേവിച്ചു വന്നു എന്ന് നിങ്ങൾ അറിയുന്നു. എന്നിട്ട് ആദ്യം പൗലോസ് പറയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിച്ചത് നിങ്ങളെയല്ല സേവിച്ചത്, കർത്താവിനെയാണ് സേവിച്ചത്, ദൈവത്തെയാണ് സേവിച്ചത്, ദൈവത്തിന്റെ കാര്യമാണ് ഞാൻ ചെയ്തത്. നിങ്ങളുടെ ഇടയിലാണ് ഞാൻ ശുശ്രൂഷിച്ചത്, താഴ്മയോടാണ്, അല്ലാതെ നിങ്ങളുടെ മേലൊരു അധികാരം എടുത്തില്ല. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്, പത്രോസ് ലേഖനം എഴുതുന്ന മൂപ്പന്മാരടുത്ത് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ലോഡ്ഷിപ്പ് ആൾക്കാരുടെ ഇടയിൽ എടുക്കരുത്, അത് താഴ്മയോടാണ്, ദൈവത്തിന് കീഴിൽ താഴ്ന്നിരിക്കുക എന്നാണെന്നാണ് യഥാർത്ഥത്തിലുള്ള താഴ്മ. അത് തന്നെയാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ കീഴിൽ താഴ്ന്നിരിപ്പില്ല, എന്നാൽ നിങ്ങൾ അവൻ നിങ്ങളെ ഓർത്തും ദൈവത്തിന്റെ കരുത്തിന്റെ കീഴിൽ താഴ്ന്നിരുന്നുകൊണ്ട് ദൈവത്തെ സേവിച്ചുകൊണ്ട് പൗലോസ് ഇവരുടെ ഇടയിൽ ശുശ്രൂഷിക്കുകയാണ്. ഇവരുടെ ഇടയിൽ ശുശ്രൂഷിച്ചപ്പോൾ എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീട് തോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്നാണ് പറയാം. ഡിക്ലെയറിംഗ് യു എനിത്തിങ് വിച്ച് വാസ് I did not shrink from declaring you anything that is profitable and teaching you publicly from house to house. അന്നേരം പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു, എന്താണ് പ്രയോജനമുള്ള ഒരു കാര്യവും മറച്ചു വെച്ചില്ല, ഒന്നും ഞാൻ മറച്ചു വെക്കാതെ. കാരണം ദൈവത്തെ സേവിക്കുന്ന ഒരു വ്യക്തി പ്രയോജനമുള്ള ഒരു കാര്യവും മറച്ചു വെക്കില്ല പൂർണ്ണമായിട്ടും. കാരണം മനുഷ്യർക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലോ എന്നുള്ളത് വിഷയമല്ല. അത് മുമ്പോട്ട് പോകുമ്പോൾ പൗലോസ് വീണ്ടും വിശദീകരിക്കുന്നുണ്ട്. എന്താണ് പൗലോസ് പ്രസംഗിച്ചതിന്റെ ചുരുക്കം പറയാണ്,
ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും കർത്താവുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്ന് ഞാൻ അറിയുന്നത്. അതിന് സുവിശേഷത്തിന്റെ കണ്ടന്റ് ദൈവത്തിങ്കിലേക്കുള്ള വിശ്വാസം, ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം, കർത്താവുള്ള വിശ്വാസവും അതിൽ തുടങ്ങി പ്രയോജനമുള്ള കാര്യങ്ങൾ ഒന്നും മറച്ചു വെക്കാതെ മുഴുവൻ ആലോചനയും ഇവരെ അറിയിച്ചു. ഞാൻ പറയട്ടെ, ഇങ്ങനെ പലർക്കും അറിയിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം പലപ്പോഴും പല ആൾക്കാരും ദൈവത്തെ അല്ല സേവിക്കുന്നത്, മനുഷ്യരെയാണ് സേവിക്കുന്നത്, മനുഷ്യരിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പൗലോസ് അങ്ങനെയായിരുന്നില്ല. പൗലോസ് ആഴ്ച വരുമ്പോൾ അത് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ അടുത്തു നിന്ന് ഒരു പൈസ പോലും വാങ്ങിച്ചിട്ടില്ല, ഞാൻ സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ചു, ഞാൻ ദൈവത്തെ സേവിച്ചു. അതുകൊണ്ടാണ് പൗലോസിന് പ്രയോജനമുള്ള ഒന്നും മറച്ചു വെക്കാതെ പൂർണ്ണമായിട്ടും പറയാനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ടാണ് പൗലോസ് മുമ്പോട്ട് പോകുമ്പോൾ വീണ്ടും പറഞ്ഞിരിക്കുന്നത്, 27-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ മുഴുവനും അറിയിച്ചല്ലോ. Therefore I testify you said, അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവത്തിന്റെ ആലോചന മുഴുവൻ ഒരു വ്യക്തി ഒരു സഭയിൽ അറിയിക്കുന്നില്ലെങ്കിൽ, ദൈവത്തിന്റെ ദാസനായിട്ട് അറിയിക്കുന്നില്ലെങ്കിൽ, ആ കേൾക്കുന്ന വ്യക്തികൾ നശിച്ചു പോയാൽ അതിന്റെ ഉത്തരവാദിത്വം ആ പ്രസംഗിക്കുന്ന വ്യക്തിയാണ്. അതാണ് ബൈബിളിന്റെ പ്രിൻസിപ്പിൾ. അതേസമയം ദൈവത്തിന്റെ ആലോചന മുഴുവൻ അറിയിച്ചു കഴിഞ്ഞാൽ ആ രക്തത്തിൽ ആ വ്യക്തിക്ക് പങ്കാളികളല്ല, അവരെങ്ങനെ പോയാലും അവർക്ക് പങ്കാളികളല്ല. ഇതാണ് സുവിശേഷത്തിന്റെ പ്രിൻസിപ്പിൾ. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്, വാൾ വരുന്നു എന്ന് പറഞ്ഞ് കാഹളം വ്യക്തമായിട്ട് ഊതി കഴിഞ്ഞാൽ ആ രക്തം നിന്റെ അടുത്ത് ചോദിക്കും, ഇല്ലെങ്കിൽ ആ രക്തം നിന്റെ അടുത്ത് ചോദിക്കും. എന്നിട്ട് സുവിശേഷം പ്രസംഗിക്കുന്ന വ്യക്തികൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരാണെങ്കിൽ, മനുഷ്യരിൽ ഡിപ്പെൻഡന്റ് ആണെങ്കിൽ, സഭയെ പ്രസാദിപ്പിക്കുന്നവരാണെങ്കിൽ, മനുഷ്യരെ ഭയപ്പെടുന്നവരാണെങ്കിൽ, അവർക്ക് ദൈവത്തിന്റെ ആലോചന മുഴുവൻ പറയാനായിട്ട് കഴിയത്തില്ല. അവർ മനുഷ്യരുടെ മുമ്പിൽ അവർ ഷ്രിങ്ക് ബാക്ക് ചെയ്യും. ഓരോ പറയുന്നത്, ഞാൻ അങ്ങനെ പോയിട്ടില്ല, ഞാൻ മുഴുവനും ആലോചന പ്രസ്താവിച്ചു, കാരണം അതുകൊണ്ട് നിങ്ങളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പൗലോസ് പറയാം, ഞാൻ എൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, ഞാൻ അടുത്ത ആഴ്ച വേണമെങ്കിൽ വിശദീകരിക്കാം. അടുത്ത വാക്യത്തിൽ പറയാണ്, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷവും പറയേണ്ടതിന് കർത്താവ് എനിക്ക് ശുശ്രൂഷ തികയ്ക്കണമെന്ന് എനിക്കുള്ളൂ. എന്നിട്ട് പൗലോസ് പറയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം എന്നും മരിക്കുമോ എന്നുള്ളത് വിഷയമല്ല, പക്ഷേ എനിക്കൊരു കാര്യമുണ്ട്, എൻ്റെ ശുശ്രൂഷ ഞാൻ വിശ്വസ്തയോടെ ചെയ്തു. ഞാൻ പറയാനുള്ളത് മുഴുവനും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ അറിയിച്ചു, ദൈവത്തിന്റെ ആലോചന മറച്ചു വെക്കാതെ പറഞ്ഞു. അതുകൊണ്ട് ദൈവരാജ്യം ഞാൻ ഞങ്ങളെ പ്രസംഗിച്ചു, ദൈവരാജ്യം പ്രസംഗിച്ചു, യേശുക്രിസ്തുവിലേക്കുള്ള വിശ്വാസവും ദൈവത്തിലുള്ള മാനസാന്തരവും സുവിശേഷവും വ്യക്തമായിട്ട് ഞാൻ നിങ്ങളെ അറിയിച്ചു, പഠിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഇന്നേ ദിവസം ഞാൻ നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ നിങ്ങളെ മുഴുവൻ അറിയിച്ചു. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ഏറ്റവും പ്രധാനമായിട്ട് പൗലോസ് ഒരു കാര്യം പറയാണ്, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടത്തെ മുഴുവൻ സൂക്ഷിച്ചുകൊള്ളുന്നു. പൗലോസ് പറയുന്ന ഒരു വലിയൊരു പ്രിൻസിപ്പിൾ ഉണ്ട്, ചർച്ച് അത് ദൈവത്തിൻ്റെതാണ്. അതാണ് പറയുന്നത്, ക്രിസ്തു തൻ്റെ രക്തത്താൽ സമ്പാദിച്ച തൻ്റെ സഭ. സഭ നിങ്ങളുടേതല്ല, സഭ എൻ്റേതുമല്ല, പൗലോസിൻ്റെതല്ല സഭ, മൂപ്പന്മാരുടേതുമല്ല സഭ. സഭ ദൈവത്തിൻ്റെതാണ്, അതിന് വില കൊടുത്തത് ദൈവമാണ്, ഇത് ഓണർ ദൈവമാണ്. അന്നേരം ദൈവം പറയുന്നത് പോലെ പറഞ്ഞാൽ മതി. ദൈവം പറഞ്ഞ് ദൈവത്തിന്റെ വഴിയിലാണ് അത് ചെയ്യേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ ടെക്നിക്കുകൾ കൊണ്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ പദ്ധതികൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ ആലോചന മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിട്ടുപോകുന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നത്. കാരണം ഇതൊക്കെ ദൈവത്തിന്റെയാണ് സഭ. ഇതൊരു ഏറ്റവും വളരെ വിശദമായിട്ട് പറയണമെങ്കിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, ഇന്ന് അനേക ദൈവസഭയെ നയിക്കുന്ന ആൾക്കാർക്ക് ബോധ്യമില്ലാത്തത്, സഭ ദൈവത്തിൻ്റെതാണ്, ദൈവത്തിന്റെ വഴിയിൽ മാത്രമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, റെസ്പോൺസിബിലിറ്റി ദൈവത്തിൻ്റെതാണ്, കോൺസിക്വൻസ് ദൈവം നോക്കുള്ളൂ. പലരും ചിന്തിക്കുന്നത് കോൺസിക്വൻസ് നോക്കണം, ഞാൻ ഇങ്ങനെ ചെയ്താൽ ദൈവത്തിന്റെ ആലോചന മുഴുവൻ പറഞ്ഞാൽ, ഞാൻ മുഖം നോക്കാതെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ ആൾക്കാരെ വെറുപ്പിക്കണമെന്നോ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണമെന്നല്ല, ദൈവത്തിന്റെ ആലോചന കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ബുദ്ധിമുട്ടിലാകും, ഇല്ലെങ്കിൽ ആൾക്കാർ എന്നെ വിട്ടുപോകും. അതുകൊണ്ട് അതിന്റെ റിസൾട്ട് നോക്കിയിട്ടാണ് ആൾക്കാർ ചെയ്യുന്നത്. പൗലോസ് അങ്ങനെയല്ല ചെയ്തു. പൗലോസ് പറയാണ്, ഞാൻ നിങ്ങളെ തന്നെയും സ്വന്തം രക്തത്തിൽ സമ്പാദിച്ച ദൈവസഭയെ മേയ്ക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടത്തെ മുഴുവൻ സൂക്ഷിച്ചോളുകയും. എന്നിട്ട് പൗലോസ് പറയാണ്, ഞാൻ പോയി കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കാനായിട്ട് പോകുന്നു. എന്താണെന്ന് അറിയാമോ, ഇതാണ് ഒരു എൽഡറിന്റെ റെസ്പോൺസിബിലിറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വായിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ടാണ് എൽഡറിനെ പറ്റി പറയുമ്പോൾ പൗലോസ് 2 അധ്യായത്തിലും ഹി ബി ഏബിൾ ടു ടീച്ച് എന്ന് പറഞ്ഞിരിക്കുന്നു. ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം. കാരണം ദൈവവചനത്തിന്റെ ഉപദേശത്തിൽ അവരെ പഠിപ്പിച്ചില്ല എങ്കിൽ അടുത്തൊരു തലമുറ വരുമ്പോഴേക്കും, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും അവരെ തങ്ങളുടെ ഉപദേശങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് പറയുന്നു. അവർ ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുന്നതിനായി വിപരീതോപദേശം പ്രോത്സാഹിപ്പിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും. നേരം പറയാണ്, നിങ്ങൾ ഉപദേശത്തിൽ നിന്ന് തെറ്റിപ്പോകും ഈ സഭയിൽ നിന്ന് തന്നെ ആൾക്കാർ. പൗലോസ് ഇത് മുമ്പേ കാണുകയാണ്. പൗലോസ് പറയാണ്, ഞാൻ ഇതുവരെ എന്തുകൊണ്ടാണ് ചെന്നായ്ക്കൾക്ക് അകത്ത് കയറാൻ കഴിയായിരുന്നത്? കാരണം പൗലോസ് പറയാണ്, പൗലോസ് അവര് ദൈവത്തിന്റെ ആലോചന മുഴുവൻ പറഞ്ഞുകൊണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്തു. അന്നേരം ഒരു ദൈവസഭയുടെ എൽഡറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് അവരെ ഉപദേശത്തിൽ ഉറപ്പിക്കുക,
ദുരുപദേശങ്ങളെ റെഫ്യൂട്ട് ചെയ്യുക. അത് തീത്തോസിന്റെ ലേഖനത്തിൽ, തിമോഥെയോസിന്റെ ലേഖനത്തിൽ എല്ലാവരും റെസ്പോൺസിബിലിറ്റി പറയുമ്പോൾ പറയുന്നത്, ഞാൻ എനിക്ക് മുമ്പോട്ട് ഉപയോഗിക്കും വിശദീകരിക്കാം. ഓക്കെ, ഞാൻ പെട്ടെന്ന് പോട്ടെ. എന്നിട്ട് പറയാണ്, അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണീർ വാർത്തുകൊണ്ട് ഓരോരുത്തരോടും ബുദ്ധി ഉപദേശിച്ചെന്ന് ഓർത്തുള്ളൂ. പൗലോസ് പറയാണ്, 3 വർഷം ഞാൻ തുടർച്ചയായിട്ട് ഈ സഭയിൽ നിങ്ങളെ പഠിപ്പിച്ചു, ഓരോരുത്തർക്കും ബുദ്ധി ഉപദേശിച്ചു തന്നു. ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സഭയെ അതുപോലെ പ്രൊട്ടക്ട് ചെയ്യും. ഇല്ലെങ്കിൽ മുമ്പോട്ട് പോകുമ്പോൾ ഈ സഭയിൽ വേറെ വിപരീത ഉപദേശങ്ങളിലേക്ക് തങ്ങളിലേക്ക് വലിച്ചു. അന്നേരം പൗലോസ് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കണം. പൗലോസ് ഒരിക്കലും ഇവരെ തങ്ങളിലേക്ക് അറ്റാച്ച് ചെയ്തില്ല. പൗലോസ് ദൈവത്തിലേക്കാണ് ഇവരെ അറ്റാച്ച് ചെയ്തത്. ദൈവത്തിലേക്കാണ് ഭരമേൽപ്പിച്ചത്. സഭയെ, മൂപ്പന്മാരെയാണ് ഏൽപ്പിച്ചത്, തങ്ങളിലേക്ക് അറ്റാച്ച് ചെയ്തില്ല. എന്നാൽ മുമ്പോട്ട് പോകുമ്പോൾ തങ്ങളിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന പേഴ്സണൽ ഫാൻസിനെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും. അവരിലേക്ക് ആൾക്കാരെ വലിച്ചുകൊണ്ട് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് ആത്മീയവർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോട് അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു, പൗലോസ് സഭയെ ദൈവത്തിലാണ് ഭരമേൽപ്പിക്കുന്നത്. നമ്മൾ ഗലാത്യ പ്രദേശങ്ങളിൽ അവസാനം വായിക്കുമ്പോൾ പറഞ്ഞു, സഭയിൽ മൂപ്പന്മാരെ നിയമിച്ചതിന് ശേഷം ആ സഭയെ ദൈവത്തിൽ ഏൽപ്പിച്ചു. ഇവിടെയും പൗലോസ് തന്നെയാണ് പറഞ്ഞത്, ദൈവത്തെ ഏൽപ്പിക്കണം. കാരണം ദൈവത്തിന്റെയാണ് സഭ. ഈ സഭയിൽ പിന്നീട് നടക്കുന്ന കാര്യങ്ങൾക്ക് പൗലോസ് റെസ്പോൺസിബിൾ അല്ല. കാരണം പൗലോസ് ക്ലിയറായി ദൈവത്തിന്റെ സുവിശേഷം പറയുകയും ദൈവവചനം അവരെ പഠിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അവസാനം പറയുകയാണ്, അവസാനത്തെ ഒരു കാര്യം വളരെ വിശദമായിട്ട് പറയേണ്ടതാണ്. ഞാൻ അടുത്ത ദിവസങ്ങളിലേക്ക് മുമ്പ് കൂടുതൽ വിശദീകരിക്കാം. പൗലോസ് പറയാണ്, ആരുടെയും വെള്ളിയോ പൊന്നോ ഞാൻ മോഹിച്ചിട്ടില്ല. എന്റെ മുട്ടിനും എന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനം ചെയ്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുകയും ഭാഗ്യം എന്നുള്ള കർത്താവ് താൻ പറഞ്ഞ വാക്ക് ഓർത്തു കൊള്ളണം എന്ന് വെച്ചുകൊണ്ട് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. പൗലോസ്, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പൗലോസ് ഒരു സഭയിലെ മൂപ്പൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണ്. അതിന്റെ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുകയാണ്, മൂപ്പന്മാരുടെ മുമ്പിൽ പൗലോസ് ഒരു ദൃഷ്ടാന്തം വയ്ക്കുകയാണ്. എന്താണ്? ഞാൻ ഒരാളുടെയും ഒരു കാര്യവും മോഹിച്ചിട്ടില്ല. പൗലോസ് വേറെടുത്ത് പറയുന്നുണ്ട്, ഞാൻ ആരുടെയും മാനം അന്വേഷിച്ചില്ല, ആരെയും ചക്രവാക്ക് പറഞ്ഞ് ഞാൻ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ദൈവത്തെയാണ് സേവിച്ചത്. പൗലോസ് പറയാണ്, ഞാൻ അതുകൊണ്ട് കൈകൊണ്ട് അധ്വാനിച്ചു. ഞാൻ ഈ കൈകൊണ്ട് അധ്വാനിച്ചത് നിങ്ങൾക്ക് സഭയുടെ മുമ്പിൽ ഒരു മാതൃക കാണിക്കാനായിട്ടാണ്. ഈ മാതൃക ഇന്നും ആപ്ലിക്കബിൾ ആണ്. ഞാൻ ഈ പറയുന്ന ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും എൻ്റെ അടുത്ത് ഡിസഗ്രി ചെയ്യുന്നൊരു കാര്യമാണ്. മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ, മിക്കവരും തന്നെ, ദൈവസഭയുടെ മൂപ്പന്മാർ കൈകൊണ്ട് അധ്വാനിക്കണം എന്നുള്ളതാണ് ദൈവസഭയ്ക്ക് മൂപ്പന്മാർക്ക് അപ്പോസ്തലൻ കാണിച്ച മാതൃക എന്നുള്ള കാര്യം പഠിപ്പിക്കുന്നത് കൊണ്ട് മാത്രം എന്നെ ആൾക്കാർ പല രീതിയിൽ എതിർക്കാറുണ്ട്. പക്ഷെ എനിക്കത് വിഷയമല്ല. ദൈവം എനിക്ക് പഠിപ്പിച്ചിരിക്കുന്ന കാര്യം അങ്ങനെ തന്നെയാണ്. ഞാൻ എൻ്റെ വിശദീകരണത്തിലേക്ക് മുമ്പോട്ട് പോകാം. ഞാൻ ഡീറ്റെയിലേക്ക് വന്നില്ല. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്നുള്ളത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് മൂപ്പന്മാരടുത്താണ്, അല്ലെങ്കിൽ പാസ്റ്റർമാരടുത്താണ്. നമ്മൾ നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നത്, അല്ലേ? പാസ്റ്റർമാർക്ക് വാങ്ങുകയും വിശ്വാസികൾ കൊടുക്കുകയും ചെയ്യുന്നതാണ്. അത് തീർച്ചയായിട്ടും അത് തെറ്റൊന്നുമില്ല. അത് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് വാങ്ങാനുള്ള അധികാരമുണ്ട്. എന്നാൽ അവർക്ക് കൊടുക്കുന്നതാണ് അവർക്ക് ഭാഗ്യം, കൂടുതൽ ഭാഗ്യം. എന്നാൽ അവർ കൊടുക്കേണ്ടതാണ്. അവർ കൊടുക്കണമെങ്കിൽ അവർ കൈകൊണ്ട് അധ്വാനിക്കാനും അവർ തയ്യാറായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഇങ്ങനെ അവരടുത്ത് പ്രാർത്ഥിച്ച് അവരെ ദൈവസഭയിൽ ഏൽപ്പിച്ചിട്ട് പൗലോസ് മുമ്പോട്ട് പോവുകയാണ്. മുമ്പോട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഒരു ഹിസ്റ്റോറിക്കൽ ബൈബിൾ എഴുതിയിരിക്കുന്ന കാര്യമുണ്ട്. ആ ബൈബിൾ പുറത്തേക്കുള്ള ഹിസ്റ്റോറിക്കൽ കാര്യമുണ്ട്. ഞാൻ ഇതിലേക്ക് വിശദീകരിക്കുന്നില്ല. പൗലോസ് യെരുശലേമിലേക്ക് പോകുന്നു. യെരുശലേമിലേക്ക് പോകരുതെന്ന് ഉള്ള മുന്നറിയിപ്പ് കിട്ടിയിട്ടും പൗലോസ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടിട്ട് യെരുശലേമിലേക്ക് പോകുന്നു. യെരുശലേമിൽ നിന്ന് പൗലോസ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് പൗലോസ് പല രീതിയിൽ കൂടി പല യഹൂദന്മാരിൽ പിടിക്കപ്പെട്ടിട്ട് ജനത്തിനു മുമ്പിൽ പൗലോസിന്റെ പ്രതിവാദമുണ്ട്. എല്ലാം പൗലോസിന്റെ പ്രസംഗം, പൗലോസിന്റെ സാക്ഷ്യമൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. അത് കഴിഞ്ഞതിന് ശേഷം പൗലോസ് ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കുന്നു. പിന്നീട് ഫെലിക്സിന്റെ ദേശാധിപതിയായിട്ട് ഫെലിക്സിന്റെ മുമ്പിൽ നിൽക്കുന്നു. ഫെലിക്സിന്റെ മുമ്പിൽ ശേഷം ഫെസ്തോസിന്റെ മുമ്പിൽ നിൽക്കുന്നു. അതിനുശേഷം പൗലോസ് അഗ്രിപ്പ രാജാവിന് മുമ്പിൽ വരുന്നു. അവിടെ നിന്ന് പൗലോസ് കൈസറിനെ അഭയം പ്രാപിക്കുന്നുണ്ട്. പൗലോസ് അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ നിന്ന് തന്റെ സാക്ഷ്യമൊക്കെ പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പൗലോസ് റോമിലേക്ക് പോകുന്നു. റോമിൽ പൗലോസ് തടവുകാരനായിട്ട് അവിടെ നിൽക്കുന്നു. അവിടെ ഒരു വീട്ടുതടങ്കലിലായിരിക്കുമ്പോൾ പൗലോസ് അവിടെ റോമിലേക്ക് പോകണമെന്നുള്ളത് പൗലോസിന്റെ ആഗ്രഹമായിരുന്നു. പൗലോസ് റോമിലെ സഭയ്ക്ക് ലേഖനം എഴുതുന്നു. കൊരിന്തിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ച് പൗലോസ് റോമാ സഭയെ കണ്ടിട്ടില്ലാത്ത സഭയാണ്. പൗലോസ് പക്ഷേ റോമിൽ ആവുകയും അവിടെ വീട്ടുതടങ്കലിലാവുകയും അവിടെ പൗലോസ് സ്വന്തം പണം കൊണ്ട് റെന്റ് ചെയ്ത ഒരു വീട്ടിൽ 2 വർഷത്തോളം ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നിടത്താണ് അപ്പോസ്തല പ്രവൃത്തി എൻഡ് ചെയ്യുന്നത്. പൗലോസിന്റെ ജീവിത അവസാനം എഴുതുന്നില്ല അവിടെ. അത് പക്ഷേ ഹിസ്റ്ററിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകാനായിട്ട് കഴിയുന്നത്, പൗലോസ് റോമിലെ തടവിൽ നിന്ന് കുറച്ചു നാളത്തേക്ക് വിടുവിക്കപ്പെടുന്നു. പിന്നെ സ്പെയിനിലേക്ക് പോകുന്നു.
പിന്നീടും റോമിലേക്ക് തന്നെ പൗലോസ് അറസ്റ്റ് ചെയ്യപ്പെട്ട് കൊണ്ടുവരികയും അവസാനത്തെ തിമോത്തിയോസിന്റെ ലേഖനത്തെ അവസാനത്തെ ലേഖനം എഴുതുകയും അതിനുശേഷം നീറോയാൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നതാണ് നമ്മൾ ഔട്ട്സൈഡ് ദ ഹിസ്റ്ററി ഇല്ലെങ്കിൽ സഭാചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഞാൻ അതിന്റെ വിശദീകരിച്ചിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞത് പൗലോസിന്റെ കൂടി ദൈവം എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നുള്ളതും പൗലോസ് സഭകളെ സ്ഥാപിക്കുമ്പോൾ എങ്ങനെയാണ് പൗലോസ് കാര്യങ്ങൾ ചെയ്തതെന്നും പൗലോസ് എങ്ങനെയാണ് ദൈവത്തിന്റെ വഴിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ്. ഇതിന്റെ കൂടുതൽ വിശദീകരിക്കുന്ന ലേഖനങ്ങളിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് കൂടുതലായിട്ട് വിശദീകരിക്കാനായിട്ട് കഴിയും. ഞാൻ സമയം ഇച്ചിരി കൂടുതലെടുത്തു എങ്കിൽ ഞാനത് തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. ലേഖനങ്ങൾ കൂടി പൗലോസിന്റെ ദൈവത്തിന്റെ വഴികൾ പൗലോസ് എങ്ങനെയാണ് പറഞ്ഞതെന്നുള്ളത് ചുരുക്കമായിട്ട് നമുക്ക് അടുത്ത ആഴ്ചയിലേക്ക് നമുക്ക് ചിന്തിക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാനത്. ബ്രദർ, ഈ നമ്മള് 7-ാം അധ്യായത്തില് സ്തെഫാനോസിന്റെ പ്രസംഗത്തിന് ശേഷം ആണല്ലോ നമ്മൾ ശൗലിനെ കാണുന്നത്. ശൗൽ എന്ന് പറഞ്ഞിട്ട് 7-ന്റെ ലാസ്റ്റ് ഭാഗത്ത് 8-ലും. അപ്പം അവിടെ ഈ ശൗലിനെ വിളിക്കാനായിട്ട് എന്നാൽ ശൗൽ വീട് തോറും ചെന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചഴിച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിപ്പിച്ചു പോകുന്നു എന്ന് പറയും. അപ്പം ഈ ഞാൻ ചോദിക്കുന്നത് പറഞ്ഞാല് ഈ ശൗലിനെ വിളിക്കാനായിട്ടുണ്ടായ കാര്യമെന്ന് പറയുന്നത് ആണെന്നാണോ പറയുന്നത് ബ്രദർ? അപ്പൊ ഈ ഇത്രയൊരു തീഷ്ണതയോടുകൂടെ ദൈവകാര്യത്തിന് വേണ്ടി നിന്നുകൊണ്ടാണോ ശൗലിനെ ദൈവം തെരഞ്ഞെടുത്തെന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇപ്പൊ ഓരോരുത്തരെ ദൈവം പല രീതിയിലാണ് എൻകൗണ്ടർ ചെയ്യുന്നത്. അവർക്ക് ചിലയിടത്ത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ തന്നെ ചിലയിടത്ത് സുവിശേഷം പ്രസംഗിക്കുന്നതിൽ കൂടി ദൈവം അവരെ വിളിക്കുകയാണ്. പൗലോസിനെ ഒരു പ്രത്യേക രീതിയിൽ പൗലോസിനെ ദൈവം വിളിച്ചു എന്നാണ് പറഞ്ഞത്. പൗലോസിന് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ സീൽ ഉണ്ടായത് കൊണ്ട് ദൈവം വിളിച്ചു എന്ന് അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നില്ല. പക്ഷെ പൗലോസിന്റെ മാർഗത്തെപ്പറ്റി, തന്റെ യഹൂദ മാർഗത്തെപ്പറ്റി വളരെ സീലുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ സീല് തീർച്ചയായിട്ടും ദൈവത്തെ സേവിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവേണ്ടതാണ്. അതിൽ നമ്മൾ ഈ ഗലാത്യലേഖനം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് പൗലോസ് പറയുന്നത് എന്നെ ജനനം മുതൽ വിളിച്ചു വേർതിരിച്ച ദൈവം എന്നാണ്. അങ്ങനെ പൗലോസിനെ പറ്റി പൗലോസിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പൗലോസിന്റെ മിനിസ്ട്രിയെ പറ്റി ദൈവത്തിന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നു. ആ ദൈവത്തിന്റെ ഉദ്ദേശത്തിലേക്ക് പൗലോസിനെ ഒരു സമയമായപ്പോൾ ദൈവം എൻകൗണ്ടർ ചെയ്ത് വിളിച്ച് വേർതിരിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. പൗലോസിന് വേണമെങ്കിൽ അതിനെ എതിർത്തുകൊണ്ട് മുമ്പോട്ട് പോകാമായിരുന്നു. അതുകൊണ്ടാണ് പൗലോസിന്റെ അടുത്ത് ദൈവം പറഞ്ഞിരിക്കുന്നത്, നീ മുള്ളിന്റെ നേരെ തൊഴിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞാൽ എതിർത്തുകൊണ്ട് മുമ്പോട്ട് പോകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുമ്പോട്ട് പോയിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. അന്നേരം ദൈവത്തിന് പൗലോസിനെ പറ്റി നേരത്തെ തന്നെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ആ ഒരു ഉദ്ദേശത്തിലേക്ക് ഒരു സമയമായപ്പോഴേക്കും ദൈവം എൻകൗണ്ടർ ചെയ്യുകയും വിളിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അന്നേരം പൗലോസിന് സീൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് ദൈവം വിളിച്ചതെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് കഴിയത്തില്ല. പൗലോസിനെ പറ്റിയുള്ള ദൈവത്തിന്റെ ഉദ്ദേശം നേരത്തെ തന്നെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നുള്ളതായിരുന്നു എന്നാണ് നമ്മൾ ഗലാത്യലേഖനത്തിൽ നിന്ന് വായിക്കും മനസ്സിലാവും. ഓക്കെ ബ്രദറെ, മറ്റൊരു കാര്യം കൂടെ, ഈ 8-ാം അധ്യായത്തിൽ എവിടെ വെച്ചാണ് ഈ അറേബ്യയിലേക്ക് പോകുന്ന കാര്യം പറയുന്നത്? ഏത് ഭാഗത്താണ്? അധ്യായത്തിൽ പറയുന്നില്ലെന്ന് ഞാൻ പറഞ്ഞത്. 8-ാമത്തെ അധ്യായത്തിലല്ല, 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നില്ല. ഞാനതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. 9-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഈ അനന്യാസ് വന്നിട്ട് ശൗലിന്റെ മേൽ കൈവയ്ക്കുകയും ശൗലിന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണിട്ട് കാഴ്ച ലഭിച്ചിട്ട് എഴുന്നേറ്റ് സ്നാനം കൈക്കൊള്ളുകയും ആഹാരം കൈക്കൊണ്ട് ബലപ്പെടുകയും ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 18 കഴിഞ്ഞിട്ട് 19-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോട് കൂടെ കൂടുതൽ പാർത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്കുള്ളൊരു സംഭവമാണ് ഗലാത്യലേഖനത്തിൽ പൗലോസിന്റെ സാക്ഷ്യത്തിലാണ് പൗലോസ് എന്ന് പറയുന്നത്. അത് രണ്ടുകൂടെ നമ്മൾ ചേർത്ത് പഠിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. പൗലോസിന് ആ എൻകൗണ്ടർ ഉണ്ടായതിനു ശേഷം അവിടെ പറഞ്ഞിരിക്കുന്നത് ഗലാത്യലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, അത് 13-ാമത്തെ വാക്യം പൗലോസിന്റെ തന്നെ കാര്യം പറയാണ്. യഹൂദ മതത്തിലെ എന്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും എന്റെ പിതൃ പാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറുള്ളവനായിട്ട് ഞാൻ ഇതിൽ മുതിർന്നു പോരുകയും ചെയ്തു എന്ന് പറഞ്ഞതിന് ശേഷം പറയാണ്, എന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ അധികരടിയിൽ അറിയിക്കേണ്ടത് അവൻ എന്നെ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആതിരോധിക്കുകയോ എനിക്ക് മുമ്പ് അപ്പോസ്തലന്മാരുടെ അടുക്കൽ യെരുശലേമിൽ പോവുകയോ ചെയ്യാതെ നേരെ അറേബ്യയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു. അന്നേരം അവിടെ നിന്ന് പൗലോസ് പറയാണ്, പൗലോസിനെ എൻകൗണ്ടർ ചെയ്തതിനു ശേഷം പൗലോസ് അറേബ്യയിലേക്ക് പോയി ദമസ്കോസിലേക്ക് മടങ്ങി വന്നു. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിച്ചു കഴിയുമ്പോൾ അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോട് കൂടെ കൂടുതൽ നാൾ പാർത്തു. പിന്നീട് യെരുശലേമിലേക്ക് പോവുകയും അപ്പോസ്തലന്മാരെ കാണുകയും ചെയ്തു. ഇതേ കാര്യം പൗലോസ് അവിടെ പിന്നെ പറയുന്നുണ്ട്, 3 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ കേഫാവാൻ പരിചയണ്ടതിന് യെരുശലേമിലേക്ക് പോയി പരിചയപ്പെട്ടു. അന്നേരം ഈ ഓർഡറിന്റെ ഇടയ്ക്കുള്ള അറേബ്യൻ സംഭവം അപ്പോസ്തല പ്രവൃത്തി പറയുന്നില്ല, പക്ഷെ പൗലോസ് ഗലാത്യ സഭയ്ക്ക് എഴുതുമ്പോൾ പറയുന്നുണ്ട്. അതിൽ നിന്നാണ് നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാവുന്നത്. ദമസ്കോസിലേക്ക് പോവുക എന്ന് പറയുന്നത് ഉടനെ സംഭവിക്കുന്നതല്ല, അത് 3 വർഷത്തിന് ശേഷം. അതിന്റെ ഇടയ്ക്കുള്ള കാലഘട്ടം അറേബ്യയിലായിരുന്നു എന്നാണ് പൗലോസ് ഗലാത്യലേഖനത്തിൽ പറയും. ഈ അപ്പോസ്തല പ്രവൃത്തി എഴുതിയിരിക്കുന്ന എല്ലാ സംഭവങ്ങൾ, അനേകം വർഷങ്ങളിലെ സംഭവങ്ങൾ ഒരുമിച്ച് എഴുതുന്നതിന്റെ ഇടയ്ക്കുള്ള കാര്യങ്ങൾ എല്ലാം കൃത്യം ഉടനെ എന്നുള്ള അർത്ഥത്തിലല്ല.
ഇവൻ പൗലോസിന്റെ യാത്രകളാണെങ്കിലും ബാക്കി കാര്യങ്ങളെല്ലാം ഉടനെ സംഭവിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. ഒരു വലിയൊരു ഹിസ്റ്ററി എഴുതുമ്പോൾ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എഴുതുന്നുള്ളൂ. ഒരു ഹിസ്റ്റോറിക് ബുക്ക് എഴുതുമ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ ആ പ്രധാനപ്പെട്ട സംഭവങ്ങൾ പറഞ്ഞു പോകാണല്ലോ. അതിന്റെ ഇടയ്ക്കുള്ള കാര്യം ഗലാത്യ ലേഖനത്തിലാണ് നമ്മൾ കാണുന്നത്. ഓക്കെ ബ്രദർ, അത് പിന്നെ അതുപോലെ ഈ സെക്കൻഡ് കൊരിന്ത്യൻസ് 12:2 എഴുതിയിരിക്കുന്ന മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടെന്ന് പറയുന്ന ആ സംഭവം ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള കാര്യം? അത് കറക്റ്റ് അറിയില്ല. അത് മൂന്നാം സ്വർഗത്തിലോട്ട് എടുക്കപ്പെട്ടത് ഈ ഒരു സംഭവം ഈ ഒരു സ്ഥലത്താണോ എന്ന് അവിടെ കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അതാവാൻ ഉള്ള സാധ്യതയില്ല. കാരണം പൗലോസിന്റെ സുവിശേഷ പ്രവർത്തനമൊക്കെ തുടങ്ങിയതിന് ശേഷം ഉണ്ടാകുന്ന ഒരു സംഭവമായിട്ടാണ് നമുക്ക് കൊരിന്ത്യർ ലേഖനത്തിൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്. അല്ലാതെ ഈ അറേബ്യയിലെ ഒരു വെളിപാടിന്റെ കാര്യമാണ് എന്ന് നമുക്ക് അവിടെ പറയാനായിട്ട് കഴിയത്തില്ല. അത് ആ ഒരു കാര്യം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മുമ്പോട്ട് പൗലോസ് സുവിശേഷ പ്രവർത്തനമൊക്കെ തുടങ്ങിയതിന് ശേഷം പിന്നീട് പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സംഭവത്തെ പറ്റിയാണ് പൗലോസ് പറയുന്നത്.